ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യുക. ഐ ആം എ സ്പീക്കർ. ഞാൻ അങ്ങനെയുള്ള സമയം വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കുറച്ച് ആളുകൾ കൂടി, കുറച്ച് വിരുന്നുകാർ വന്നു. ആ വിരുന്നുകാർ വന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് അവതരിപ്പിക്കണമായിരുന്നു. ആ സമയത്ത് വളരെ എഫക്റ്റീവായിട്ടും വളരെയധികം ഉഷാറായിട്ടും എനർജറ്റിക് ആയിട്ടും കോൺഫിഡൻസോട് കൂടിയും ആ കാര്യങ്ങൾ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു PTA മീറ്റിംഗിൽ പ്രസന്റ് ചെയ്ത സമയത്ത്, അവിടെ അറ്റൻഡ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ കൃത്യമായിട്ടും എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് അവരുടെ മുന്നിൽ പല കാര്യങ്ങളും, ഒരു ടൂർ പോകുന്ന കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അത് എഫക്റ്റീവായിട്ടും ഫലവത്തായിട്ട് എനിക്കത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ സന്ദർഭങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാവും. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ഫലവത്തായി കാര്യങ്ങൾ കോൺഫിഡൻസോട് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആളുകൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഐ ആം എ സ്പീക്കർ, ഇനി അത്രയും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഇറ്റ് ആസ് ഐ ആം, ഞാനാണ്, ഞാൻ ഉഷാറാണ്, ഞാൻ ഗംഭീരാണ്. വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് മെസ്സേജസ്. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്, സൂപ്പർ. സോ ഐ ആം എ സ്പീക്കർ. നമ്മൾക്കുള്ള വലിയൊരു സ്കില്ല്, നമ്മൾ പഠിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. സോ ഇതുപോലെ നമ്മൾക്ക് പഠിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നമ്മളൊരു എഫക്റ്റീവും കൂടി ആഡ് ചെയ്യണം. കാരണം പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ അത് വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്താ, അത് നമ്മൾക്ക് തിരിച്ച് നമ്മൾക്ക് റിസൾട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾക്ക് കാര്യം ഉണ്ടാവില്ല. പക്ഷെ ചില പ്രസംഗങ്ങൾ ഉണ്ടാവും, നമ്മൾ കാതോർത്തിരിക്കുകയും നമ്മൾ മൊബൈലുകളൊക്കെ ഓഫാക്കി നമ്മൾ അപ്പുറത്തുള്ള ആളുകളോട് സംസാരിക്കുന്നത് ഒഴിവാക്കി, ഉറക്കക്ഷീണം ഒഴിവാക്കി നമ്മൾ വളരെയധികം കൗതുകത്തോടു കൂടി കേട്ടിരിക്കുന്ന ചില പ്രസംഗങ്ങൾ ഉണ്ടാവും. ആ പ്രസംഗങ്ങളാണ് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും മാറ്റി ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിലും പല മാറ്റങ്ങൾ ഉണ്ടാക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നത്. സോ അങ്ങനത്തെ പ്രസംഗങ്ങൾ നമ്മൾ പറയുക എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ 1 മണിക്കൂറോ അരമണിക്കൂറോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഉള്ള പ്രസംഗങ്ങൾ നമ്മൾ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ടാവും. സോ അങ്ങനത്തെ പ്രസംഗങ്ങൾ നമ്മൾ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയും. ആ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. ആ കഴിവുകൾ സ്വായത്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആർ യു റെഡി? നമ്മളെല്ലാവരും റെഡി ആണെങ്കിൽ പ്ലീസ് ടൈപ്പ് ഐ ആം റെഡി ഇൻ ദ ചാറ്റ് ബോക്സ്, അല്ലെങ്കിൽ റെഡി എന്നുള്ളതെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ റെഡി ആണ് എന്ന് നമ്മൾ നോക്കാം. ഏകദേശം 200ഓളം ആളുകൾ ഈ ട്രെയിനിങ്ങിലുണ്ട്. അതിൽ എത്ര ആളുകൾ റെഡി ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലീസ് ടൈപ്പ് റെഡി ഇൻ ദ ചാറ്റ് ബോക്സ്. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഴുതുക എന്നുള്ളത് നമ്മളൊരു സ്കില്ലാണ്, വായിക്കുക എന്നുള്ളത് നമ്മളൊരു സ്കില്ലാണ്, പാടുക എന്നുള്ളത് നമ്മളൊരു സ്കില്ലാണ്, ഡാൻസ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു സ്കില്ലാണ്. ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് നമ്മൾ പ്രസംഗിക്കുക എന്നുള്ളത്. അതും ഫലവത്തായിട്ട് പ്രസംഗിക്കുക എന്നുള്ളത്, ആത്മവിശ്വാസത്തോടു കൂടി പ്രസംഗിക്കുക എന്നുള്ളത്, നമ്മളെ കേട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ഏറ്റവും ആവേശഭരിതരാക്കുക എന്നുള്ളത്. അതിന് പറ്റുന്ന ആ ഒരു സ്കില്ല് പഠിക്കാൻ റെഡിയുള്ള ആളുകൾ പ്ലീസ് ടൈപ്പ് റെഡി ഇൻ ദ ചാറ്റ് ബോക്സ്. നോക്കട്ടെ, ഏകദേശം 70ഓളം ആളുകൾ ഇപ്പൊ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകൾ, നമ്മൾ 200ഓളം ആളുകളുണ്ട്. ഇഫ് യു ആർ റെഡി പ്ലീസ് ടൈപ്പ് റെഡി ഇൻ ദ ചാറ്റ് ബോക്സ്. നമുക്ക് നോക്കട്ടെ എത്ര ആളുകൾ റെഡിയാണ്. നമ്മളെ ഒരു ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും മൂല്യം വർദ്ധിപ്പിക്കുന്ന, നമ്മളെ വാല്യൂ ആഡ് ചെയ്യുന്ന, നമ്മളൊരു വാല്യൂ എത്രയാ, അത് നമ്മൾക്ക് രൂപയുടെ മൂല്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. 1 ലക്ഷം രൂപയാണോ, 10 ലക്ഷം രൂപയാണോ, 1 കോടി രൂപയാണോ പറയാൻ പറ്റില്ല. പക്ഷേ എത്ര ആളുകൾ നമ്മളെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ പല സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാര്, മാനേജർമാര് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രസന്റേഷൻസ് വരുമ്പോഴൊക്കെ ഒരു 10 ആളുകൾ അല്ലെങ്കിൽ 100 ആളുകളുടെ മുന്നിൽ നമ്മളെ കമ്പനിയെ പറ്റി ഒന്ന് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തെ പറ്റി ഒന്ന് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെ സബോർഡിനേറ്റേഴ്സിന്റെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കും. ആ എംപ്ലോയിനെ നീ ഒന്ന് പോയി പ്രസന്റ് ചെയ്യേ, അല്ലെങ്കിൽ നീ ഒന്ന് അവതരിപ്പിക്കുക എന്ന് പറയും. കാരണം എന്താ, ഈ എംപ്ലോയിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഈ സ്ഥാപന മേധാവിക്ക് തിരക്കുണ്ടായിട്ടുമല്ല. പിന്നെന്താ, അതിനുള്ള ആ ഒരു സ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു കോൺഫിഡൻസ്, മറ്റു പലർക്കും ഇല്ലാത്ത കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് നമ്മളെ വ്യത്യസ്തനാക്കുന്ന, നമ്മളെ കൂടെയുള്ള ആളുകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്ന ആ പ്രധാനപ്പെട്ട സ്കില്ല് നമ്മൾക്ക് പഠിക്കാൻ റെഡിയുള്ള ആളുകൾ പ്ലീസ് ടൈപ്പ് ഐ ആം റെഡി ഓർ റെഡി ഇൻ ദ ചാറ്റ് ബോക്സ്. Hello, we are moving to the next part, the most important part of this session.
നമ്മളൊരു പ്രസംഗകനാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗകയാവണമെങ്കിൽ നമ്മൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അതിനു മുമ്പ് ഒരു റിസർച്ച് നടത്തുകയുണ്ടായി. ആരെന്നറിയോ? ഇന്റർനാഷണലി ലെവലിൽ ഒരു റിസർച്ച് നടത്തുകയുണ്ടായി. ആ റിസർച്ച് നടത്തി കഴിയുമ്പോൾ അതിൽ റിസർച്ചിൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഒരു 100 കാര്യങ്ങൾ അവർക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. ആ 100 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഭയമുള്ള, പേടിയുള്ള കാര്യങ്ങൾ നമ്പർ വൈസ് നോട്ട് ചെയ്യാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തീരെ പേടി കുറവുള്ളതിന് 100, അതിന് കുറച്ചുകൂടി പേടിയുള്ളത് 99, കുറച്ചുകൂടി പേടിയുള്ളത് 98, അങ്ങനെ 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 ഏറ്റവും കൂടുതൽ പേടിയുള്ളത് 1-ാം നമ്പർ ആയിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞു. പല മേഖലയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു, പല ജെൻഡറിലുള്ള ആൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഉണ്ടായിരുന്നു, പുരുഷനുണ്ടായിരുന്നു, അതല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, പല വയസ്സിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആളുകളുമായിട്ട് ഒരു ഏജൻസി അന്താരാഷ്ട്ര തലത്തിൽ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 100-ൽ ഒരു അവസാനത്തെ 7 ഞാൻ എടുക്കുകയാണ്. അതിന്റെ റിസൾട്ട് വന്നതിന്റെ പ്രകാരം ഏറ്റവും അവസാനം വന്ന 7 കാര്യങ്ങളിൽ ഏറ്റവും 7-ാമത്തെ വന്നൊരു കാര്യം ഡെത്ത് ആയിരുന്നു. മരണഭയം. അത് വല്ലാത്ത കൂടുതൽ ആളുകൾക്ക് ഈ മരണത്തോടുള്ള ഭയം എന്ന് പറയുന്നത് 93-ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ 100 നോക്കുകയാണെങ്കിൽ 93 കഴിഞ്ഞ് അടുത്ത സ്ഥാനത്തായിരുന്നു മരണഭയം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഭയമുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനേക്കാൾ ഭയമുള്ള ഒരു കാര്യമായിരുന്നു ഡാർക്ക്നെസ്, ഇരുട്ടിനോടുള്ള പേടി. എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിനേക്കാളും ഭയമാണ് ഇരുട്ടിനെ എന്നുള്ളതാണ് ആ സർവേയിൽ നിന്നും കണ്ടൊരു കാര്യം. അതിനേക്കാളും ഭയമായിരുന്നു പരാജയ ഭീതി. ഞാൻ എങ്ങാനും പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. മരണത്തെക്കാളും ഇരുട്ടിനേക്കാളും പേടിയായിരുന്നു പരാജയ ഭീതി എന്നുള്ളത്. അതിനേക്കാളും പേടിയായിരുന്നു ഇന്റിമസി. നമ്മൾ അടുപ്പമുള്ള ആളുകളെങ്ങാനും നമ്മളിൽ നിന്നും വിട്ടുപോകുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ. അത് മരണത്തിനേക്കാളും ഇരുട്ടിനേക്കാളും പരാജയ ഭീതിയേക്കാളും കൂടുതലായിരുന്നു എന്നുള്ളതാണ് ആ സർവേ കാണിച്ചത്. അതിനേക്കാളും പേടിയായിരുന്നു ഉയരങ്ങളിലോട്ട് പോകുക എന്നുള്ളത്. ഉയരങ്ങളിലോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10 നില ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് പോകുന്നു, അതിനേക്കാൾ മുകളിൽ ഒരു 20 നില, 30 നില, 40 നില, 60 നില വീടിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിലോട്ട് പോകുമ്പോൾ ഉയരങ്ങളിലോട്ട് പോകുന്ന പേടി എന്ന് പറയുന്നത്, അതിനേക്കാളും ഭയമായിരുന്നു പറക്കുക എന്നുള്ള പേടി. ഇപ്പോഴും ഫ്ലൈറ്റ് പോകാൻ പേടിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മൾക്കറിയാലോ. അതിനേക്കാളും പേടിയായിരുന്നു കുറെ ആളുകളുടെ മുന്നിൽ, ഒരു 100-ഓ 200-ഓ 1000-ഓ 10,000-ഓ ആളുകളുടെ മുന്നിൽ ഒരു എലിവേറ്റഡ് സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക എന്നുള്ളത്. കാരണം ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ ആ സർവേ പ്രകാരം ആളുകൾക്ക് മരണത്തിനേക്കാളും ഇരുട്ടിനേക്കാളും പരാജയത്തിനേക്കാളും അടുപ്പമുള്ള ആളുകൾ വിട്ടുപോകുമോ എന്നുള്ളതിനേക്കാളും ഉയരങ്ങളിലോട്ട് പോകുന്നതിനേക്കാളും പറക്കുന്നതിനേക്കാളും പേടിയായിരുന്നു നമ്മൾക്കൊരു ഓഡിയൻസിന് മുന്നിൽ പബ്ലിക്കായിട്ട് പ്രസംഗിക്കുക എന്നുള്ളത്. സോ അങ്ങനെയുള്ള ഒരു പേടി പലപ്പോഴും നിലനിൽക്കെ നമ്മളൊരു പ്രസംഗ പരിശീലനത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നമ്മൾ സ്റ്റേജ് എക്സ്പെർട്ടൈസ് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ കയറി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മൈക്കിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേട്ടിട്ടുള്ള ആവാം, മറ്റു പല രീതിയിലും ആവാം. നമ്മളെ ശബ്ദം റെക്കോർഡ് ചെയ്ത് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ കേട്ട ആളുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ജസ്റ്റ് യെസ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ശബ്ദം നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് കേട്ടിട്ടുള്ള ആളുകൾ, പ്ലീസ് ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. നമ്മളുടെ ശബ്ദം നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തു, മൊബൈലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലൊക്കെ ഏതെങ്കിലും രീതിയിൽ റെക്കോർഡ് ചെയ്ത് കേട്ടിട്ടുള്ള ആളുകൾ, പ്ലീസ് ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഒരിക്കലെങ്കിലും നമ്മളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേട്ടിട്ടുള്ള ആളുകൾ പ്ലീസ് ടൈപ്പ് കുറെ ആളുകൾ ഉണ്ട്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്കുണ്ടായ ഫീലിംഗ് എന്തായിരുന്നു? ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? നമ്മളുടെ ശബ്ദം നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്കുണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഇസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ റൈറ്റ്. കുറച്ച് ആളുകൾക്ക് ഗുഡ് ആണ്, കുറച്ച് ആളുകൾക്ക് ബാഡ് ആണ്. സോ ദ റിയാലിറ്റി ഈസ്, നമ്മളുടെ ശബ്ദം വളരെ ഉഷാറായിട്ട് നമ്മൾക്ക് തോന്നുന്നു. പക്ഷേ നമ്മളത് റെക്കോർഡ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും അതിന് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും തോന്നാറുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ 100%, ബട്ട് മോസ്റ്റ് ഓഫ് 99% നമ്മളുടെ ശബ്ദം നമ്മൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മൾക്ക് അത്ര സുഖമായിട്ടൊന്നും തോന്നാറില്ല.
അങ്ങനത്തെ ശബ്ദം നമ്മളൊരു മൈക്കിൽ പറയുമ്പോൾ ആ മൈക്കിലൂടെ അങ്ങനെ വയറിൽ പോയി ആംപ്ലിഫയറിൽ നിന്നും അതിങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് ആ സ്പീക്കറിലൂടെ ഇങ്ങനെ വലുതായിട്ട് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസ്റ്റർബ് ആകും, അല്ലെങ്കിൽ നമ്മൾക്ക് പേടി വരും എന്നുള്ളത് സാധാരണമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മളെ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൾ, വേറെ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ സീറ്റിൽ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ സദസ്സിൽ 1000 ആളുകൾ ഉണ്ടെങ്കിൽ 2000 കണ്ണുകൾ നമ്മളെ തന്നെ നോക്കി നിൽക്കുക. വി ആർ ഇൻ സ്പോട്ട് ലൈറ്റ്. നമ്മളിങ്ങനെ ഭയങ്കര, ഇതിനൊക്കെ പുറമെ ക്യാമറക്കാര്, അതിന്റെ പുറമെ കുറെ മൊബൈൽ ഇങ്ങനെ നമ്മളെ ഫോക്കസ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. സോ ഈ മൊബൈലുകള്, ഈ ക്യാമറകള്, അതേപോലെ തന്നെ നമ്മളെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും 2 കണ്ണുകള്, ഇതെല്ലാം കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി ഇത് സംഭവിക്കാറുണ്ട്. ഒന്ന്, നമ്മളെ ശബ്ദം തിരിച്ചു കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വെപ്രാളം. 2, മറ്റുള്ള ആളുകളൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നു, ക്യാമറകളും മൊബൈലുകളും നമ്മളെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്പോട്ട് ലൈറ്റിൽ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കല്യാണ വീട്ടിൽ ഇരിക്കാന്ന് വിചാരിക്കാം. നമ്മളൊരു കല്യാണ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് നമ്മളെ സുഹൃത്തിന്റെ ഒരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ മുറ്റത്ത് ഇങ്ങനെ റൗണ്ടിൽ കസേര കെട്ട് നമ്മളെ സുഹൃത്തുക്കൾ 5-6 ആളുകൾ ഇങ്ങനെ രസകരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മളുടെ മുഖം എങ്ങനെയാണ്, നമ്മളുടെ മുടി എങ്ങനെയാണ്, നമ്മളുടെ ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് എങ്ങനെയാണ്, നമ്മളെ ചെരുപ്പ് എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളിങ്ങനെ ലാവിഷായിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഒരു വീഡിയോഗ്രാഫർ ഇങ്ങനെ വീഡിയോ ആയിട്ട് നമ്മളെ മുന്നിലോട്ട് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ അലർട്ട് ആവും അല്ലെ? നമ്മൾ പിന്നെ മുഖം ശ്രദ്ധിക്കാൻ തുടങ്ങും, മുടി ശ്രദ്ധിക്കാൻ തുടങ്ങും, ഷർട്ട്, നമ്മളെ ബാക്കിയുള്ളതൊക്കെ ശ്രദ്ധിക്കും, നമ്മളിങ്ങനെ ഇരിക്കാൻ തുടങ്ങും. സോ അവിടെ സംഭവിക്കുന്ന ഒരു സാധനം, നമ്മൾ സ്പോട്ട്ലൈറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത്, എന്ന് മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ വളരെയധികം ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ അലർട്ട് ആവുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ സംഭവിക്കും. ഒന്ന്, നമ്മളെ ശബ്ദം. 2, നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ആവപ്പെടുന്നു എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ പുറമെയുള്ള വേറൊരു പ്രശ്നം, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. നമ്മൾ അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ, നമ്മൾ അത്രയും പ്രിപ്പയർഡ് അല്ലെങ്കിൽ, നമ്മൾ പറയുന്ന വിഷയത്തെ പറ്റി നമ്മൾക്ക് അത്രയും അഗാധമായ ഒരു അറിവ് ഇല്ലെങ്കിൽ അതും നമ്മളെ മനസ്സിനെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തും എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകൾ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ പറയുന്നത്, നമ്മൾ ചിലപ്പോൾ അച്ചടക്കത്തെ പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ചടക്കത്തിൽ ഏറ്റവും മോശമായിരുന്നല്ലോ. ആ സമയത്ത് നമ്മളെ ചീത്ത പറഞ്ഞ അധ്യാപകർ നമ്മുടെ മുന്നിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സമയത്ത് എണീക്കുന്നതിനെ പറ്റിയായിരിക്കും പ്രസംഗിക്കുന്നുണ്ടാവുക. പക്ഷേ രാവിലെ 4 അടി കിട്ടിയാലേ നമ്മൾ എണീക്കൂ. അങ്ങനെ നമ്മൾ അടിക്കുന്ന നമ്മളെ പാരന്റ്സ് ചിലപ്പോൾ നമ്മുടെ മുന്നിലുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ, എപ്പോഴും നമ്മൾ കളിയാക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ മുന്നിൽ ഉണ്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വരും. ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ, ഇത് പറയാൻ പറ്റില്ലേ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വരും. ഇതിന്റെയൊക്കെ പുറമെ വേറൊരു കാര്യം, നമ്മളെ മുന്നിൽ ഒരുപാട് വനിതകൾ ഇങ്ങനെ നല്ല ഉഷാറായിട്ടിരിക്കുക. അപ്പൊ ഞാൻ ഇന്നിട്ട ഷർട്ട് ശരിയായില്ല, ഞാൻ ഇൻ ചെയ്തത് ശരിയായിട്ടുണ്ടോ, എൻ്റെ ഷൂ ഞാനിന്ന് പോളിഷ് ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഇതിന് സ്യൂട്ടല്ല, ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ നമ്മളുടെ മനസ്സിലോട്ട് വരും. അതല്ലെങ്കിൽ തിരിച്ച് നല്ല ഒരു വനിതയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ മുന്നിൽ നല്ല സുന്ദരന്മാരായ പുരുഷന്മാരിരിക്കുന്നു, എൻ്റെ സാരി ശരിയായിട്ടില്ല, എൻ്റെ മുടി ചീവിയത് ശരിയായിട്ടില്ല, എൻ്റെ ആഭരണങ്ങൾ കറക്റ്റ് അല്ല, ഇങ്ങനെയൊക്കെ പല അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. ഈ ചിന്തകൾ കൊണ്ടുവരുന്ന ഒരാളുടെ ഫോട്ടോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ മലയാളത്തിൽ ചെകുത്താൻ എന്ന് പറയും, ഇതിന് ഇംഗ്ലീഷിൽ ഡെവിൾ എന്ന് പറയും. ഇങ്ങനത്തെ ചെകുത്താൻ നമ്മളുടെ മനസ്സിലിരുന്നു കൊണ്ട് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരും. ആ ചിന്തകളെ നമ്മൾ ഒഴിവാക്കിയാൽ, അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ സ്റ്റേജിൽ എക്സ്പേർട്ടൈസ് ആവാൻ പറ്റൂ എന്നുള്ളതാണ്. നമ്മൾ സ്റ്റേജിലോട്ട് കയറി പോകുമ്പോൾ വളരെയധികം കോൺഫിഡൻസോട് കൂടി, ഉറച്ച കാൽവെപ്പുകളോടുകൂടി നമ്മൾ ആ പോഡിയത്തിന്റെ മൈക്കിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് നമ്മൾ ആദ്യം എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു. ആ പുഞ്ചിരിച്ചൊരു 4 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസംഗിച്ചു തുടങ്ങിയാൽ മതി. നമ്മൾ കയറി അങ്ങോട്ട് ഓടിപ്പോയി പ്രസംഗിക്കണം എന്നില്ല. അവിടെ ചെന്ന് ആ മൈക്കിന്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി ഒന്നൊരു 4 സെക്കൻഡ് നോക്കി എന്നിട്ട് പ്രസംഗിച്ചാൽ മതി. ആ പ്രസംഗിച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ പറയും ഫൈൻഡ് ഔട്ട് ആൻ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻ ഏഞ്ചൽ, ഒരു മാലാക നമ്മളുടെ പ്രസംഗത്തെ ഏറ്റവും ഉഷാറാക്കാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മൾക്ക് കോൺഫിഡൻസ് തരാനുള്ള ഒരു മാലാക എപ്പോഴും നമ്മൾക്ക് ആ സദസ്സിൽ ഉണ്ടാവും. സോ ഫൈൻഡ് ഔട്ട് ആൻ ഏഞ്ചൽ.
അത് സ്ത്രീ ആയിക്കൊള്ളണമെന്നില്ല, പുരുഷനായിക്കൊള്ളണമെന്നില്ല, വയസ്സ് അതിന് പ്രശ്നമല്ല. പക്ഷെ വളരെയധികം പുഞ്ചിരിച്ച മുഖത്തോടു കൂടി നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാലാഖ ഉണ്ടാവും. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഏഞ്ചൽ. ആ മാലാഖയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രസംഗം തുടങ്ങാം. കാരണം നമ്മളുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാനും നമ്മളുടെ മുഖത്ത് ആ ഒരു ഉഷാരമായിട്ടുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള മുഖത്തോടു കൂടി പ്രസംഗിച്ചു തുടങ്ങാനും എനർജി കൊണ്ടുവരാനൊക്കെ ആത്മവിശ്വാസം കൊണ്ടുവരാനൊക്കെ ആ മാലാഖക്ക് കഴിയും. പിന്നെ നമ്മൾ ഓഡിയൻസിനെ മുഴുവൻ നോക്കുന്നു, നമ്മളെ വിഷയത്തിലോട്ട് വരുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു. ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഒന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് സ്റ്റേജ് എക്സ്പെർട്ടൈസ് എന്നുള്ളതാണ്. സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ഒന്ന്, മൈക്കിലൂടെ ശബ്ദം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി. രണ്ട്, നമ്മൾക്ക് ആളുകളെ നമ്മൾ അവിചാരിതമായിട്ട് കാണുമ്പോൾ ആളുകൾ ഉണ്ടാവുന്ന രീതി, നമ്മളെ പറ്റി തന്നെ നമ്മൾ പല രീതിയിൽ ചിന്തിക്കുന്നത്, ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തുക. എന്നിട്ട് നമ്മൾ ആ ഒരു മാലാഖയെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്നുള്ള പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു മികച്ച പ്രസംഗം അതങ്ങോട്ട് ഫുൾ എനർജിയിൽ അങ്ങോട്ട് അടിക്കുക എന്നുള്ളതാണ്. സോ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്റ്റേജ് എക്സ്പെർട്ടൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രിപ്പയർ തറോലി എന്നുള്ളതാണ്. പ്രിപ്പയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അഥവാ ചിലപ്പോൾ ഓർഗനൈസേഴ്സ് നമുക്ക് തരില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിട്ട് തിരഞ്ഞെടുക്കും. ചിലപ്പോൾ ഓർഗനൈസേഴ്സ് തരും, ഇന്ന വിഷയത്തെ പറ്റി പ്രസംഗിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം ഇതായിരിക്കും, ഇന്ന വിഷയത്തെ പറ്റി പ്രസംഗിക്കുന്നു. സോ ആ ഒരു വിഷയത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു പൊടിക്കൈ എന്ന് പറയുന്നത്, ആയുർവേദ കഷായം കഴിച്ച ആളുകൾ നമ്മളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടുണ്ടാവും. ഈ കഷായം കഴിക്കുന്ന രീതി നമ്മളൊക്കെ കാണുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ഈ കഷായം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയോ? ഒരു 1000-ഓളം ഒരു 100 തരം പച്ചിലകൾ കൂട്ടിയിട്ട്, പല പച്ചമരുന്നുകളെ കൂട്ടിയിട്ടാണല്ലോ കഷായം ഉണ്ടാക്കുക. ഈ 100ഓളം പച്ചമരുന്നുകൾ കൂട്ടിയിട്ട് ഒരു 1000 ലിറ്ററിൽ ഇതങ്ങോട്ട് വെച്ച് അങ്ങോട്ട് അരച്ച് കലക്കി അതങ്ങോട്ട് 1000 ലിറ്റർ അങ്ങോട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഈ 1000 ലിറ്ററിലിട്ട് തിളപ്പിച്ച് ഒരു 100 ലിറ്റർ ആക്കി ചുരുക്കും. അപ്പൊ 1000 ലിറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ 100 പച്ചമരുന്നുകളുടെ സത്തും അല്ലെങ്കിൽ അതിന്റെ ഗുണം ഈ 100 ലിറ്ററിലും ഉണ്ടാവും. കാരണം 1000-നെ ചുരുക്കി 100 ഈ 100 ലിറ്ററിൽ നിന്നും 1 ലിറ്റർ നമ്മൾക്ക് മുക്കിയിട്ട് നമ്മൾക്ക് ഒരു ബോട്ടിലാക്കി തരുന്നു. അപ്പൊ നമ്മൾക്ക് തരുന്ന ഈ 1 ലിറ്ററിലും ആ 100 പച്ചമരുന്നുകളുടെ അംശങ്ങൾ ഉണ്ടാവും. 1000 ലിറ്ററിലാണ് അത് മിക്സ് ചെയ്തത്, പക്ഷെ നമ്മൾക്ക് കിട്ടിയത് 1 ലിറ്ററാണ്. ആ 1 ലിറ്ററിലും ആ 100 പച്ചമരുന്നുകളുടെ അംശം ഉണ്ടാവും. എന്നിട്ട് ഈ 1 ലിറ്റർ നമ്മളോട് പറയുന്നത്, വീട്ടിൽ പോയി ആറ്റിക്കുറുക്കി 100 മില്ലി, ഒരു ലിറ്ററിനെ 100 മില്ലി ആക്കി മാറ്റണം, 10-1 ചുരുക്കണം. അങ്ങനെ 1 ലിറ്ററിനെ 100 മില്ലി ആക്കുന്ന സമയത്ത് ആ 100 മില്ലിയിൽ ആ 100 പച്ചമരുന്നിന്റെ അംശങ്ങൾ ഉണ്ടാവും. ആ 100 മില്ലിയിൽ നിന്നും 1 ഔൺസ് നിങ്ങളോട് എടുത്ത് കഴിക്കാനാണ് പറയുന്നത്. അപ്പൊ ആ 1 ഔൺസില് ആ 1000 ലിറ്ററിൽ ചേർത്ത 100 പച്ചമരുന്നുകളുടെ അംശങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഗുണം നമ്മൾക്ക് ഈ 1 ഔൺസ് കഴിക്കുമ്പോഴും കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രസംഗിക്കേണ്ടത് ഈ 1 ഔൺസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ 1 ഔൺസ് കഴിക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്തേക്കുള്ള 100 മില്ലി, അതിന്റെ അപ്പുറത്തേക്കുള്ള 1 ലിറ്റർ, അതിന്റെ അപ്പുറത്തേക്കുള്ള 100 ലിറ്റർ, അതിന്റെ അപ്പുറത്തേക്കുള്ള 1000 ലിറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആറ്റിക്കുറുക്കി നമ്മൾ ഏറ്റവും സത്ത എന്ന് പറയുമല്ലോ, അതിന് ഏറ്റവും അടിയിലുള്ള സത്തയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. കാരണം അത്രയും വലിയൊരു പ്രിപ്പറേഷൻ പ്രസംഗത്തിന് നമ്മൾക്ക് ആവശ്യമാണ്. ആ പ്രിപ്പറേഷനിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി വലുതായിട്ട് ചിന്തിക്കണം, ചെറുതായിട്ടല്ല. തിങ്ക് ബിഗ് എന്നുള്ളതാ. നമ്മൾ ആ വിഷയത്തിന് ഏറ്റവും വലുതായിട്ട് ചിന്തിക്കുക. ആൻഡ് തിങ്ക് എഹെഡ്. ഇന്നല്ല, അടുത്ത വർഷമല്ല, അടുത്ത 10 വർഷം കഴിയുമ്പോൾ, അടുത്ത 30 വർഷം കഴിയുമ്പോൾ, അടുത്ത 50 വർഷം കഴിയുമ്പോൾ, ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ വിഷയത്തിനെ പറ്റിയിട്ട്, ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കണം. ആൻഡ് തിങ്ക് ഫാസ്റ്റ്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾക്ക് പ്രസംഗിക്കേണ്ടത് 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ 1 മാസത്തിന്റെ തലേ ദിവസമായിരിക്കും മിക്കവാറും നമ്മൾ ആ പ്രസംഗത്തിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ. അത് മാറ്റിയിട്ട് നമ്മൾക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ചിന്തിച്ചു തുടങ്ങണം. ആ വിഷയത്തിനെ പറ്റി എന്തൊക്കെ പ്രസംഗിക്കാൻ പറ്റും, എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അതിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും. ആ വിഷയത്തിൽ 10, 20, 30, 40, 50, 100 വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേക്കാം. ഒരു ഉദാഹരണം പറയട്ടെ. നമ്മൾ ഇന്ന് എയർ ട്രാഫിക് എന്നുള്ള സാധനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. ഇനി വരും കാലങ്ങളിൽ വർദ്ധിക്കാൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എയർ ട്രാഫിക് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് എയർപോർട്ടുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്.
മറ്റുള്ള വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നമുക്ക് എയർപോർട്ടുകൾ കുറവാണ്. കാരണം നമ്മളുടെ ഒരു പ്രത്യേക അവസ്ഥ അനുസരിച്ച്, ഭൂമിശാസ്ത്രമായിട്ടുള്ള അവസ്ഥ അനുസരിച്ച് നമ്മൾക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ വലിയ റൺവേകൾ വേണം, അതിന്റെ എയർപോർട്ടുകൾ സൗകര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് എയർപോർട്ടുകൾ സ്ഥാപിക്കുക എന്നുള്ളതും എയർ ട്രാഫിക്കും കുറവാണ്. നേരെ മറിച്ച് ഒരു ഫ്ലൈറ്റ് നമ്മളെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് പോലെ ഡയറക്റ്റ് ടോപ്പിൽ നിന്നും താഴേക്ക് ലാൻഡ് ചെയ്യുന്ന ഒരു സംവിധാനമുള്ള ഒരു ടെക്നോളജി ഉള്ള ഒരു ഫ്ലൈറ്റ് വരികയാണെങ്കിൽ നമ്മൾക്ക് എയർപോർട്ടുകൾ ഒരു 50 100 ഏക്കർ ഉണ്ടെങ്കിൽ എയർപോർട്ട് സ്ഥാപിച്ചൂടെ? നമ്മൾക്ക് ഓരോ ജില്ലയിലും ചിലപ്പോൾ ഓരോ താലൂക്കിലും നമ്മൾക്ക് എയർപോർട്ടുകൾ സ്ഥാപിക്കാൻ പറ്റും. ഇനി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഡയറക്റ്റ് ലാൻഡിംഗ് ഫ്ലൈറ്റുകൾ വരികയാണെങ്കിൽ അവിടെ നമ്മൾക്ക് എയർപോർട്ടുകളുടെ എണ്ണം കൂടാനും എയർ ട്രാഫിക് കൂടാനും നമ്മൾക്ക് അവസരങ്ങളുണ്ട്. സോ അങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാൻ എന്താണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്? ഇവിടെ നമുക്ക് ബാറ്ററിയിൽ വാഹനങ്ങൾ വന്നില്ലേ, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് പറ്റണം. അത് നമ്മൾക്ക് അവിടെ ഡെലിവർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് നമ്മൾക്കറിയാം, ഇന്ന് പല ആളുകളും ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കുള്ള ഒരൊറ്റ പരിഹാരം ഒരു സകലവിലാതി ആരിഷ്ടം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജാണ്. വൈറ്റമിൻ ഡി നമ്മൾക്ക് കിട്ടുന്ന സൂര്യപ്രകാശത്തിൽ നിന്നാന്ന് പറയും. പക്ഷേ നമ്മളുടെ പലരുടെയും ഈ സ്കിന്നിന്റെ പ്രത്യേകത കൊണ്ട് സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാലും വൈറ്റമിൻ ഡി കിട്ടില്ല. പകരം നമ്മൾ കറുത്ത് കരിഞ്ഞു പോകുന്നേ ഉള്ളൂ. സോ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത ആളുകൾ ഇവിടെ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനത് ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്ഷീണം, അല്ലെങ്കിൽ ഉറക്കം വരിക, അല്ലെങ്കിൽ സന്ധിവേദന, അതല്ലെങ്കിൽ മൊത്തത്തിലൊരു ഒന്നിനും ഒരു ഉഷാറില്ലായ്മ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി പരിശോധിക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ നമ്മളുടെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കാൻ നമ്മൾക്ക് പറ്റണം എന്നുള്ളതാണ്. സോ തിങ്ക് ബിഗ്, തിങ്ക് ഫാസ്റ്റ്, തിങ്ക് ഡിഫറൻറ്റ്. ഇതിനൊക്കെ പുറമെ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു പ്രസംഗിക്കാൻ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താ? ആ വിഷയത്തെ പറ്റിയിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ത് പറഞ്ഞു, സ്വാമി വിവേകാനന്ദൻ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മദർ തെരേസ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു, അങ്ങനെ മഹത്തായ ആളുകൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി റിസർച്ച് നടത്തുകയും അത് നമ്മളുടെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. ശരിയല്ലേ? പക്ഷേ ആ മഹാന്മാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണോ? അല്ല. ഐഡിയ ഈസ് നോബഡീസ് മോണോപ്പൊളി. നമ്മളുടെ രക്ഷിതാക്കള്, നമ്മളുടെ കുട്ടികള്, നമ്മുടെ സഹോദരി സഹോദരന്മാര്, നമ്മളുടെ വീട്ടിലുള്ള മറ്റാളുകള്, നമ്മളെ അയൽപക്കക്കാര്, നമ്മളെ സുഹൃത്തുക്കള് പല വിഷയങ്ങളെ പറ്റിയും പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഉൾക്കൊള്ളാറില്ല. കാരണം എന്താ? അതൊന്നും പബ്ലിസൈസ് ചെയ്തിട്ടില്ല. മഹാന്മാരുടെ മഹത് വചനങ്ങൾ പബ്ലിസൈസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും നമ്മളെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലേ? നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ കുട്ടികൾ പറഞ്ഞ കാര്യം ഉണ്ടാവും. അത് ഓരോ വിഷയത്തിലും നമ്മൾക്ക് വളരെയധികം മൂല്യവത്തായ പല കാര്യങ്ങളും ആയിരിക്കും. ഇതൊന്നും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറുമില്ല, നമ്മളൊന്നും പറയാറുമില്ല. സോ ഐഡിയ ഈസ് നോബഡീസ് മോണോപ്പൊളി. നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ, നിങ്ങളുടെ ചുറ്റുവട്ടുന്നുള്ള ആശയങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾക്ക് പറ്റണം. സോ അങ്ങനെ നമ്മളൊരു പ്രസംഗം നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സ്റ്റേജ് എക്സ്പെർട്ടൈസ് എന്നുള്ളത്, അത് കഴിഞ്ഞാൽ പ്രിപ്പയർ തറോലി എന്നുള്ളത്. പ്രിപ്പറേഷനിൽ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് വളരെ നേരത്തെ തന്നെ തുടങ്ങണം, വലുതായിട്ട് തുടങ്ങണം, നല്ല ഐഡിയാസ് കൊണ്ടുവരണം, തിങ്ക് ബിഗ്, തിങ്ക് ഫാസ്റ്റ്. ഇനി വരും കാലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ സൂചിപ്പിക്കാൻ പറ്റണം, നമ്മൾ ഐഡിയാസ് ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞു. സോ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായ ആളുകൾ, ഐ ആം റെഡി. നമ്മൾ അടുത്തൊരു സെഷനിലോട്ട്, അടുത്തൊരു പോയിന്റിലോട്ട് പോവാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സോ പ്ലീസ് ടൈപ്പ് 2 ഇൻ ദ ചാറ്റ് ബോക്സ്. 2 എന്ന് അടിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ അക്കത്തിലോ അല്ലെങ്കിൽ അക്ഷരത്തിലോ എത്ര ആളുകൾ നമ്മളിത് കേൾക്കുന്നുണ്ട്, ലൈവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കട്ടെ. സോ യുവർ ചാറ്റിംഗ് വിൽ ബി റെക്കോർഡഡ്. എത്ര ആളുകൾ ലൈവ് ആണ് എന്ന് നമുക്ക് നോക്കാം. വെറുതെ 2 എന്നുള്ള അക്ക അടിച്ചാൽ മതി, അല്ലെങ്കിൽ 2 TWO എന്നുള്ള അക്ഷരത്തിൽ അടിച്ചാലും മതി. എത്ര ആളുകൾ ലൈവ് ആണ് എന്ന് നമുക്ക് നോക്കാം. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ രണ്ട് കാര്യങ്ങളും മനസ്സിലായ ആളുകൾ അത് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. സോ ശ്രീഹരി ആൻഡ് ഓർഗനൈസേഴ്സ് പ്ലീസ് നോട്ട് ഡൗൺ. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്റ്റേജ് എക്സ്പെർട്ടൈസ് പറഞ്ഞു, പ്രിപ്പയർ തറോലി പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായിട്ടുള്ള അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ റെഡിയുള്ള ആളുകൾ പ്ലീസ് ടൈപ്പ് 2 അല്ലെങ്കിൽ 2 ഇൻ ദ ചാറ്റ് ബോക്സ്.
So we are getting a lot of responses. Thank you, thank you, thank you. കുറെ ആളുകൾ ഇത് കേട്ടിരിക്കുന്നുള്ളതിൽ വളരെ സന്തോഷം. നമ്മളപ്പോ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു പോയിന്റിലോട്ട് പോവാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രസംഗത്തിന്റെ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ്. ഒരു പ്രസംഗത്തിന്റെ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു ബർഗറിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഈ ബർഗറിൽ നമ്മളിത് എന്ത് ബർഗർ ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ എന്ത് ബർഗർ ആണ് ഞാനിപ്പോ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളത് എന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു ഒരു സാൻഡ്വിച്ച് അല്ലെങ്കിൽ ബർഗർ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സോ ഇതിന്റെ എന്ത് ബർഗർ ആണ്, എന്താണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എന്ത് ബർഗർ? ടൊമാറ്റോ, വെജിറ്റേറിയൻ, ചിക്കൻ ജംബോ ബർഗർ, സൂപ്പർ, വെജിറ്റബിൾ, വെജിറ്റബിൾ. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എല്ലാവരും എന്ത് ബർഗർ? വെജിറ്റബിൾ, ഇറ്റ്സ് ക്ലബ്, ഓക്കെ ഓക്കെ, ചിക്കൻ മിക്സ് വെജ്, സൂപ്പർ. സോ ഒരു ചെറിയൊരു ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോ സൂപ്പർ. സോ നമ്മൾക്ക് ഒരുപാട് മറുപടികൾ കിട്ടുന്നത്. ചീസ് ബർഗർ, ദാറ്റ്സ് ഗ്രേറ്റ്, സൂപ്പർ സൂപ്പർ, റൈറ്റ് റൈറ്റ്, മിക്സ് ബർഗർ. സോ നമ്മൾക്ക് ഒരുപാട് ആൻസറുകൾ കിട്ടുന്നുണ്ട്. സോ ഈ ബർഗറിന്റെ പേര് എങ്ങനെയാ നമ്മൾ നിശ്ചയിക്കുക? ഈ ബർഗറിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് അല്ലേ? പക്ഷെ ഇതിന് പുറമെ നമ്മൾക്കത് കാണുന്നുണ്ടോ? ഇല്ല. ഇത് ചിക്കൻ ആവാം, ബീഫ് ആവാം, മട്ടൺ ആവാം, വെജ് ആവാം, വേറെ എന്തും ആവാം. അതിനുള്ളിൽ എന്ത് വെച്ചു എന്നുള്ളതാണ് ഈ ബർഗറിന്റെ പേര് തീരുമാനിക്കുന്നത്. പക്ഷേ മുകളിൽ നോക്കിയേ, നല്ല അടിപൊളി, നല്ല സ്വീറ്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ട്. അടിയിലും അതുപോലെ ഒരു ബ്രെഡ് ഉണ്ട്. 4 പുറം കുറെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ബർഗർ കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾക്ക് വളരെയധികം രസകരമായിട്ടും നമ്മളത് വളരെയധികം അട്രാക്റ്റീവായിട്ടും തോന്നും. കാരണം അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. സോ ഇതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് മുകളിൽ ഒരു സാധനമുണ്ട്, അടിയിലൊരു സാധനമുണ്ട്, ഇതിനിടയിൽ അതിന്റെ കണ്ടന്റ് അതിനുള്ളിൽ മറച്ചു വെച്ചിട്ടുണ്ട്. പ്ലസ് അതിന് 4 പുറം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. സോ ഒരു പ്രസംഗവും ഇതുപോലെ ആവണം എന്നാ പറയാ. ഒരു പ്രസംഗത്തിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി ആൻ ഓപ്പണിംഗ്. ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ആൻഡ് ദർ ഷുഡ് ബി ആൻ എൻഡിങ്, ക്ലോസിംഗ് ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളൊരു സമ്മറൈസ് ഉണ്ടായിരിക്കണം. പ്ലസ് ഒരു വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ കണ്ടന്റ്. നമ്മൾ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളതിന്റെ ഉള്ളിലാണ്. പക്ഷെ ആ പറയുന്ന കണ്ടന്റിനെ തന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ ഒരു എലമെന്റ് എന്ന് പറയുന്നത്, എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഓപ്പണിംഗ് എ സ്പീച്ച്. അത് കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. നമ്മൾക്ക് ടോട്ടൽ അലോട്ട് ചെയ്തിട്ടുള്ള സമയത്തിന്റെ മാക്സിമം പോയാൽ 15% വരെയാണ് നമ്മൾക്ക് ഓപ്പണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ 10 മിനിറ്റ് ആണ് നമ്മൾക്ക് സമയമെങ്കിൽ മാക്സിമം നമ്മൾക്ക് ഓപ്പണിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുക 1.5 മിനിറ്റ് ആണ്. ഈ 1.5 മിനിറ്റിൽ നമ്മൾക്ക് സല്യൂട്ടേഷൻസ് ഉണ്ടാവാം. നമ്മൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അഭിസംബോധന ചെയ്യും. ആ അഭിസംബോധന ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ നമ്മളുടെ കണ്ടന്റ് എന്താണെന്ന് പറയണം. ഇതിനൊക്കെയുള്ള സമയം എന്ന് പറയുന്നത് 10%. അപ്പൊ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കുന്ന ഒരാൾക്ക് 1.5 മിനിറ്റ് കിട്ടും. സപ്പോസ് 5 മിനിറ്റ് ആണ് സംസാരിക്കുന്ന ആളെങ്കിലോ അവിടെ നമ്മൾക്ക് ആകെ 1 മിനിറ്റ് പോലും കിട്ടില്ല. കാരണം 5 മിനിറ്റ് സെക്കൻഡിലൊക്കെ ആക്കുമ്പോൾ, മിനിറ്റിലൊക്കെ ആക്കുമ്പോൾ 300 മിനിറ്റ് ആണുള്ളത്. ആ 300 മിനിറ്റിന്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 90 സെക്കൻഡ് ആണ്. സോ അങ്ങനെ എത്രയാണ് നമ്മൾക്ക്? 90 മിനിറ്റ് ആണ്. സോ എങ്ങനെയാണ് നമ്മൾക്ക് വരിക എന്ന്, സോറി 90 45 വരും അല്ലെ? ആ 300ന്റെ 45 മിനിറ്റ്, 3/4 മിനിറ്റേ കിട്ടൂ. സോ നമുക്ക് 15 മിനിറ്റ് ആണ് നമ്മൾക്ക് ഓപ്പണിങ്ങിന് കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണം നമ്മൾ സല്യൂട്ടേഷൻ ആയിക്കോട്ടെ, നമ്മൾ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടന്റ് വരുന്നു. ആ കണ്ടന്റിൽ നമ്മൾ തന്നെ വളരെ ഡെക്കറേറ്റീവ് ആയിരിക്കും. അതിൽ നമ്മൾ ചിലപ്പോൾ പാട്ടുകൾ ഉണ്ടാവാം, പദ്യങ്ങൾ ഉണ്ടാവാം, കവിതകൾ ഉണ്ടാവാം, സ്റ്റോറീസ് ഉണ്ടാവാം, എക്സാമ്പിൾസ് ഉണ്ടാവാം, കോട്ടുകൾ ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടാവാം നമ്മളെ കണ്ടന്റിനുള്ളിൽ. അത് കഴിഞ്ഞ് നമ്മൾ അവസാനം സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസ് ചെയ്യാൻ നമ്മൾക്കുള്ളത് 10 മിനിറ്റ് ആണ്. ഈ 10 മിനിറ്റ് സമ്മറൈസ് ചെയ്യുന്നതിൽ നമ്മൾ എന്ത് പറഞ്ഞു എന്നുള്ളത് പറയണം. ഇതുകൂടാതെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള, ആളുകൾ എന്നും ഓർത്തു വെക്കുന്ന ചില മെസ്സേജുകൾ നമ്മൾക്ക് കൊടുക്കണം. സോ ഓപ്പണിങ്ങിൽ നമ്മൾ കേട്ടിട്ടുള്ള കുറെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒരു എനിക്കെപ്പോഴും ഓർമ്മ നിൽക്കുന്ന ഒരു സാധനം, സോപ്പിന്റെ പേര് ചന്ദ്രിക, ചന്ദനത്തിരിയുടെ പേര് തുളസി, എരിഞ്ഞടങ്ങുന്നതിനും പതഞ്ഞു തീരുന്നതിനും പേര് സ്ത്രീയുടേത്. ഒരു സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന് ഉദ്ഘാടനത്തിന് വന്ന ഒരു വ്യക്തി തുടങ്ങുന്ന പ്രസംഗം തുടങ്ങുന്ന ഒരു കാര്യം ഇതായിരുന്നു. സോപ്പിന്റെ പേര് ചന്ദ്രിക, ചന്ദനത്തിരിയുടെ പേര് തുളസി, എരിഞ്ഞടങ്ങുന്നതിനും പതഞ്ഞു തീരുന്നതിനും പേര് സ്ത്രീയുടേത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ അവിടെയുള്ള സ്ത്രീകൾ മുഴുവൻ ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കൂലേ? സോ ഇൻട്രൊഡക്ഷൻ, നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്, അത് വളരെ ഗംഭീരമാവുക എന്നുള്ളതാണ്. അത് നമ്മൾക്ക് കോട്ടുകൾ ചോദിച്ചുകൊണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ചില കവിതകൾ ചൊല്ലിക്കൊണ്ടാവാം, അല്ലെങ്കിൽ നല്ല നമ്മൾ അനിക്ഡോട്ട് സ്റ്റോറീസ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോട്ടുകൾ ഉപയോഗിക്കാം.
ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗങ്ങൾ തുടങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടന്റിലോട്ട് വരുന്നു. ആ കണ്ടന്റിനെ മറ്റുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി നല്ല കഥകൾ. ഒരാൾ ചോദിച്ചു, അല്ല എന്തിനാ സാറേ നിങ്ങൾ ഈ പറയുമ്പോൾ എന്ത് പറയുമ്പോൾ ഈ കഥകൾ പറയുന്നുണ്ടല്ലോ, ഈ കഥകൾ പറയുന്നതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോ ഒരു പശുവിനെ തൊഴുത്തിലോട്ട് കയറ്റുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്നുമാണ് ആ പശുവിനെ ഉന്തി കയറ്റുന്നതെങ്കിൽ ഇങ്ങനെ ഉന്തി 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 പശുവിന് കയറാൻ മനസ്സുണ്ടാവില്ല. തള്ളണം, അടിക്കണം, വളരെ കഷ്ടപ്പെട്ട് വേണം ഒരു പശുവിനെ തൊഴുത്തിലോട്ട് കയറ്റാൻ. പക്ഷെ അതിന് പകരം പശുവിന് ഇഷ്ടമുള്ള ഒരു പുല്ല് നമ്മൾ മുന്നിൽ കാണിച്ചു എന്ന് വിചാരിക്കാം. പശു ആ പുല്ലിന്റെ പിന്നാലെ അങ്ങനെ വരും. നമ്മൾ ആ പുല്ലുമായിട്ട് പതുക്കെ തൊഴുത്തിലോട്ട് അങ്ങോട്ട് കയറി പോയാൽ മതി. പശു വളരെ കൂളായിട്ട് നമ്മളെ പിന്നാലെ തൊഴുത്തിലോട്ട് വന്നോളും. അപ്പൊ നമ്മളുടെ പർപ്പസ് നടന്നു. ഇതാണ് കഥകളുടെ കാര്യം പ്രസംഗത്തില്. വളരെ സിമ്പിളായിട്ടും വളരെ കൂളായിട്ടും സുഖമായിട്ടും നമ്മളുടെ ആശയങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിലോട്ട് ഇൻജക്ട് ചെയ്ത് കയറ്റാനുള്ള എളുപ്പ വഴിയാണ് കഥകൾ, സ്റ്റോറീസ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ സ്റ്റോറീസ് നമ്മൾക്ക് കണ്ടന്റിൽ ഉൾപ്പെടുത്താം. എക്സാമ്പിൾസും അതേപോലെ സ്റ്റാറ്റിക്സ്, വളരെ ലഘുവായിട്ടുള്ള സ്റ്റാറ്റിക്സ് ഒക്കെ നമ്മൾക്ക് ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്ലോസിങ്, അവിടെയാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. അവിടെ ഇമോഷണൽ ആയിട്ടുള്ള മെസ്സേജുകൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റണം. ഒരു രാജ്യം പോയ രാജാവിനും കളിപ്പോട്ടം പോയ കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞിനും ഉണ്ടാകുന്ന വേദന ഒന്ന് തന്നെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാവണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് ഇമോഷണലായിട്ട് ആളുകളെ നമ്മളുടെ വഴിയെ കൊണ്ടുവരാൻ നമ്മൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. സോ ഇമോഷണൽ മെസ്സേജസ് നമ്മൾക്ക് പ്രസംഗങ്ങളിൽ കൊടുക്കാൻ പറ്റണം. ഇതാണ് എലമെന്റ്സ്. 1 ഓപ്പണിംഗ്, 2 കണ്ടന്റ്, 3 ക്ലോസിംഗ്. ഓപ്പണിങ്ങിന് പരമാവധി നമ്മൾക്ക് 15% എടുക്കാം. അതേപോലെ കണ്ടന്റിൽ നമ്മൾ സ്റ്റോറീസും കവിതകളും അല്ലെങ്കിൽ എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ആഡ് ചെയ്യാം. ദെൻ ഫൈനലി കൺക്ലൂഷൻ ആണ് 10% വരെ നമ്മൾക്ക് സമയം എടുക്കാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ടൈപ്പ് ക്ലിയർ ഇൻ ദ ചാറ്റ് ബോക്സ്. വളരെ ക്ലിയർ ആയി, മനസ്സിലായി എന്നുള്ളതിന് ക്ലിയർ. നമ്മൾ 200 ആളുകൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ എത്ര ആളുകൾക്ക് ക്ലിയർ ആയി എന്നുള്ളത് നോക്കട്ടെ. പ്ലീസ് ടൈപ്പ് ക്ലിയർ ഇൻ ദ ചാറ്റ് ബോക്സ്. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റേജ് എക്സ്പെർട്ടൈസ് പറഞ്ഞു, പ്രിപ്പറേഷൻ പറഞ്ഞു, എലമെന്റ്സ് പറഞ്ഞു. സോ ഈ 3 കാര്യങ്ങളും മനസ്സിലായിട്ടുള്ള ആളുകൾ പ്ലീസ് ടൈപ്പ് ക്ലിയർ ഇൻ ദ ചാറ്റ് ബോക്സ്. ക്ലിയർ ആയി എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമുക്ക് കുറെ ആളുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഇനിയും കുറച്ച് ആളുകൾ കൂടി ടൈപ്പ് ചെയ്യാണ്ട്. നമ്മൾക്ക് ഏകദേശം 50ഓളം ആളുകൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്. ഓക്കെ. സോ അടുത്തത് നമ്മൾ പോകുന്ന ഒരു വിഷയം, ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആക്ഷൻസ് ആണ്. പ്രസംഗത്തില് നമുക്ക് റേഡിയോ പോലെ പ്രസംഗിച്ചാൽ പോരല്ലോ. പ്രസംഗം എന്നുള്ള ഒരു 1 വേ ആണ്, നമ്മൾക്ക് 2 വേ അല്ല. നമ്മൾക്ക് ഓഡിയൻസിനോട് കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള റെസ്പോൺസ് എടുക്കാനോ പറ്റില്ല. സ്പീക്കർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പീച്ച് എന്ന് പറയുന്നത് 1 വേ ആണ്. പക്ഷെ അത് റേഡിയോ പോലെ ആവാൻ പാടില്ല. കാരണം റേഡിയോക്ക് എന്താ, റേഡിയോക്ക് ഇമോഷൻസ് ഇല്ല, ഗസ്റ്റേഴ്സോ പോസ്റ്റേഴ്സ് ഒന്നുമില്ല, ശബ്ദം കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ പ്രസംഗക സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെ ഗസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ആക്ഷൻസ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗസ്റ്റേഴ്സ്. നമ്മൾ പറയും പ്രസംഗത്തിന് നിൽക്കും. പലതരം പ്രസന്റേഷൻസ് ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ പറയും ഈ പ്രസംഗിക്കുന്ന സമയത്ത് നിന്ന് തന്നെ സംസാരിക്കണം, ഇളകാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ചില ആളുകൾ ചോദിക്കും, അങ്ങനെയല്ലല്ലോ, നമ്മളിപ്പോ ടെഡ് ടോക്ക് പോലെയുള്ള ചില സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആളുകൾ നടന്നിട്ടാണല്ലോ പ്രസന്റ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾക്ക് നടന്നുകൂടെ എന്ന് ചോദിക്കും. ചില ആളുകൾ പറയും, ചില പരിശീലന പരിപാടികളിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, അവർ ഓഡിയൻസ് ആയിട്ട് സംവദിക്കാറുണ്ട്. ഓഡിയൻസിന് സംവദിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള അവസരങ്ങൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രസംഗിക്കുന്ന സമയത്ത് ശ്രോതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തിക്കൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട്. സോ ഇവിടെ നമ്മൾ ഒരു സ്പീക്കർ എന്നുള്ള രീതിയിൽ പ്രസംഗം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പലതരത്തിലുള്ള പ്രസന്റേഷൻസ് ഉണ്ട്. ഇവിടെ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ അവിടെ 20% മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബാക്കി 80% സംസാരിക്കുന്നത് അവിടെയുള്ള പഠിതാക്കളാണ് അല്ലെങ്കിൽ ശ്രോതാക്കളാണ് അല്ലെങ്കിൽ ഓഡിയൻസ് ആണ്. അവിടെ വരുന്നത് ഫെസിലിറ്റേറ്റിംഗ് ആണ് വരുന്നത്. ഫെസിലിറ്റേറ്റർ 20% മാത്രമേ സംസാരിക്കൂ. ഇതിന്റെ പുറമെ ചില ട്രെയിനിങ്ങുകൾ, പരിശീലന പരിപാടികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ട്രെയിനിങ്ങിൽ ഒരു ട്രെയിനർ 50% ട്രെയിനർ സംസാരിക്കുന്നു, 50% അവിടുത്തെ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ വന്ന ആളുകൾ, കോ ലേണേഴ്സ് സംസാരിക്കുന്നു എന്നുള്ളതാണ്. 50-50 ആണ്. ഇനി നമ്മളൊരു ബിസിനസ് പ്രസന്റേഷൻ ആണ് നടത്തുന്നതെന്ന് വിചാരിക്കുക.
ബിസിനസ് പ്രസന്റേഷൻ നമ്മൾ നടത്തുമ്പോൾ 80% നമ്മൾ സംസാരിക്കുന്നു, 20% നമ്മളെ പാർട്ടിസിപ്പൻസ് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും, അവർ മറുപടി പറയും, അവർക്കുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കും. പക്ഷേ ഒരു സ്പീക്കർ ആണെങ്കിൽ, നിങ്ങൾ അവിടെ ചെയ്യുന്ന റോൾ ഒരു സ്പീക്കർ ആയിട്ടാണെങ്കിൽ 100%ഉം നിങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓഡിയൻസിന് അവിടെ സംസാരിക്കാനുള്ള റോളേ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന റോൾ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് സ്പീക്കർ ആണോ, പ്രസന്റർ ആണോ, ട്രെയിനർ ആണോ, ഫെസിലിറ്റേറ്റർ ആണോ എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റർ ആണെങ്കിൽ നിങ്ങൾ 20% സംസാരിച്ചാൽ മതി. ട്രെയിനർ ആണെങ്കിൽ നിങ്ങൾ 50% സംസാരിച്ചാൽ മതി. നിങ്ങൾ ഒരു ബിസിനസ് പ്രസന്റേഷൻ നടത്തുകയാണെങ്കിൽ 80% സംസാരിച്ചാൽ മതി. ബട്ട് ഇഫ് യു ആർ എ സ്പീക്കർ, യു ഹാവ് ടു സ്പീക്ക് 100%. അവിടെ ഓഡിയൻസിന്റെ ഇന്ററാക്ഷൻ ഇല്ല, അവിടെ നമ്മൾക്ക് അവരോട് ചോദ്യോത്തരങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സിന് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. ഗസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോവർ ബോഡി, നമ്മുടെ ബോഡിയെ തന്നെ നമുക്ക് രണ്ടായി തിരിക്കാം. ലോവർ ബോഡി എന്ന് പറഞ്ഞാൽ അരക്ക് താഴോട്ടുള്ള ഭാഗം. ആ അരക്ക് താഴോട്ടുള്ള ഭാഗം നമ്മൾ കോൺക്രീറ്റഡ് പൊസിഷനിൽ നിർത്തണം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കാലുകൊണ്ട് ചിത്രം വരയ്ക്കുകയോ, നമ്മൾ പറയും ചെയിൻഡ് എലഫന്റ് കണ്ടിട്ടുണ്ടോ? ചങ്ങലക്കിട്ട ആന ഈ ഒരു കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയിൻഡ് എലഫന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇങ്ങനത്തെ അതേപോലെ തന്നെ നമ്മൾ ഈ പണ്ടത്തെ കാലത്താട്ടോ, ഇപ്പോഴൊന്നും ഇല്ല, ഈ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പെണ്ണിങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ ചിത്രം വരക്കും, കാലുകൊണ്ടൊരു ചിത്രം വരക്കലുണ്ട്. സോ അങ്ങനത്തെ ചിത്രം വരക്കുന്ന പരിപാടികൾ, അതേപോലെ ചെയിൻഡ് എലഫന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേജിൽ ആളുകൾ കാണിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ചില ആളുകൾ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ കിളിക്കുന്നുണ്ടാവും. എന്തിനാണെന്ന് നമുക്കറിയില്ല, എന്ത് ശ്രദ്ധിക്കാനാണെന്നും അറിയില്ല. അതേപോലെ തന്നെ ഇടുപ്പ് വേദന നമ്മൾ പലപ്പോഴും കാണിക്കുന്നത് സ്റ്റേജിൽ കയറിയിട്ട, ചിലപ്പോൾ തലയിലുള്ള പേനുകൾ ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത് സ്റ്റേജിൽ കയറിയിട്ട. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സ്റ്റേജിൽ പലരും കാണിക്കാറുണ്ട്. അത് ഒഴിവാക്കണം. അതല്ല നമ്മളെ ഗസ്റ്റർ. ഒരു പ്രസംഗയുടെ ഗസ്റ്റർ എന്ന് പറയുന്നത് ലോവർ ബോഡി നമ്മൾ കോൺക്രീറ്റ് നിർത്തുകയും അപ്പർ ബോഡി പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പർ ബോഡി എന്നുള്ളത് എന്താ? ഒന്ന് കൈ, നമ്മൾ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൈ ചൂണ്ടണം. നമ്മൾ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ കൈ ചൂണ്ടണം. വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഉയർത്തി കാണിക്കണം. ചെറുത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കാണിക്കണം. ഇത് നമ്മളെ കൈ എന്നുള്ളത് നമ്മൾ പറയുന്ന വാക്കുകളുടെ വാചകങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള കാര്യമാണ് ഈ കൈ എന്ന് പറയുന്നത്. ഈ കൈ കെട്ടിവെച്ചിട്ടോ മുന്നിലോ ബാക്കിലോ സൈഡിലോ ഒന്നും കെട്ടിവെച്ചിട്ട് ചെയ്യാനുള്ളതല്ല പ്രസംഗം. പ്രസംഗത്തിന് കൈയാണ് നമ്മൾ പറയുന്ന വാക്കുകൾ അവരുടെ മനസ്സിലോട്ട് അടിയുറച്ച് വിശ്വസിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം എന്നുള്ളത് കൈയാണ്. അപ്പൊ കൈകൾ നമ്മൾ ഉപയോഗിക്കുക. എന്തിനാ ഉപയോഗിക്കേണ്ടത്? പറയുന്ന വാക്കുകളെ നമ്മൾ എംഫസിസ് ചെയ്യാൻ കൈ ഉപയോഗിക്കുക. അതേപോലെ തന്നെ മുഖം എന്ന് പറയുമ്പോൾ ഒന്ന് കണ്ണ് എവിടെ ഉപയോഗിക്കേണ്ടത്? ചില ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്നും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് റൂഫിലോട്ടാണ് നോക്കുക. റൂഫിൽ എത്ര ഫാനുകൾ ഉണ്ട്, എത്ര ഫാന് കറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എത്ര എന്തൊക്കെ പെയിന്റുകൾ ഉണ്ട്, എത്ര ബൾബുകൾ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പ്രസംഗിക്കുന്നത് കാണാം. ഒരു കാരണവശാലും മുകളിലോട്ട് നോക്കി പ്രസംഗിക്കാൻ പാടില്ല. കാരണം അങ്ങനെ മുകളിലോട്ട് പോയാൽ അവന്റെ വെടി തീർന്നു എന്നാ ഓഡിയൻസ് മനസ്സിലാക്കുക. അതുകൊണ്ട് മുകളിലോട്ട് നോക്കി പ്രസംഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ചില ആളുകളുണ്ട്, പ്രസംഗിക്കുമ്പോഴായിരിക്കും ഫ്ലോറിലുള്ള ടൈലുകൾ എണ്ണുന്നുണ്ടാവുക. എത്ര കള്ളികളുണ്ട്, എത്ര കളറുണ്ട്, എത്ര ടൈൽ ഉണ്ടെന്നൊക്കെ എണ്ണുന്നുണ്ടാവുക. ചിലപ്പോൾ താഴെ നോക്കിയിട്ടായിരിക്കും. ഒരു കാരണവശാലും താഴെ നോക്കി സംസാരിക്കാൻ പാടില്ല. കാരണം അത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. സോ നമ്മളപ്പോ എവിടെ നോക്കണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണല്ലോ. നമ്മളൊരു 3 ആളുകൾ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ 3 ആളുകളുടെയും മുഖത്തോട്ട് മാറി മാറി നോക്കിയിട്ടുണ്ടാവണം. എന്നാലാണ് നമ്മൾ പറയുന്നത് അവരോടാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുകയുള്ളൂ. 3 ആളുകൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാളുടെ മുഖത്ത് മാത്രം നോക്കി പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ വിചാരിക്കും അത് അവനോട് പറഞ്ഞതാണ്, അവൻ ചെയ്തോളും, എനിക്ക് അതിന് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് വിചാരിക്കും. നമ്മളൊരു 10ഓ 20ഓ ഉള്ള ഓഡിയൻസിനോട് സംസാരിക്കുകയാണെങ്കിൽ ആ 20 ആളുകളുടെ മുഖത്ത് നമ്മൾ നോക്കിയിട്ടാണ്. എങ്ങനെയാ നോക്കുക? നമ്മൾ നോക്കേണ്ടത് മാറി മാറി അവരുടെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുണ്ടാവണം. ഇതേ സാധനം നമ്മളൊരു 1000 ആളുകളുള്ള ഒരു സദസ്സാണെന്ന് വിചാരിക്കുക. 1000 ആളുകളുടെ സദസ്സിനോട് എങ്ങനെ നമ്മൾ നോക്കാൻ പറ്റും? അവിടെ നോക്കുന്നത് സാധാരണ നമ്മളൊരു ക്വാഡ്രന്റ് ആയിട്ട് ഭാഗിക്കുന്നുള്ളതാണ്. 4 ക്വാഡ്രന്റ് ആയിട്ട് ഭാഗിക്കും. 4 കള്ളി, നമ്മൾ എക്സ് വൈ ആക്സിസ് ഒക്കെ പോലെ. എന്നിട്ട് ഓരോ കള്ളിയിലോട്ടും നമ്മളൊന്ന് ഇടയ്ക്ക് നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ അവർ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്.
നമ്മൾ ഒരു ഭാഗത്ത് മാത്രം നോക്കി സംസാരിച്ചാൽ മറുഭാഗത്തുള്ള ആളുകൾ നമ്മളെ നിന്ന് വിട്ടുപോകും. അവർ മൊബൈലുകൾ എടുക്കും, അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങും, അവർ പലതും സ്വപ്നം കാണാൻ തുടങ്ങും, അവർ ഉറങ്ങാൻ തുടങ്ങും. ഇതൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ലോവർ ബോഡി സ്റ്റേഡ് ആക്കി നിർത്തുക, അപ്പർ ബോഡിയിലുള്ള കൈ പരമാവധി ഉപയോഗിക്കുക, ഐ കോണ്ടാക്ട് നമ്മൾ എല്ലാവരോടും ഉപയോഗിക്കുക. പിന്നെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി, മുഖത്തൊരു പുഞ്ചിരി എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിഷമമുള്ള കാര്യങ്ങൾ പറയുമ്പോഴൊഴിച്ച് നമ്മൾ മുഖം പ്ലസന്റ് ആയിരിക്കുക. കാരണം അങ്ങനെ പ്ലസന്റ് ആയിട്ട് പറയുമ്പോഴാണ് ആളുകൾ അത് ഉൾക്കൊള്ളുള്ളൂ. നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി വിഷമത്തോടു കൂടി നമ്മളെ മുഖത്ത് ഇങ്ങനെ പറയുമല്ലോ, നാടൻ ഭാഷയിൽ പറയും പട്ടയിട്ട് അങ്ങോട്ട് കത്തുന്നു പറയും. അങ്ങനത്തെ ഒരു ഭാവത്തോടു കൂടി നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആളുകളെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. സോ നമ്മുടെ മുഖത്തൊരു പ്ലസന്റ് ആയിരിക്കണം. അത് വിഷമം പറയുന്ന സമയത്ത് ഉണ്ടാവാനും പാടില്ല. അതേപോലെ തന്നെ പോസ്റ്റേഴ്സ്, നമ്മളുടെ എങ്ങനെയായിരിക്കണം നമ്മളെ പോസ്റ്റേഴ്സ്, നമ്മൾ ഓപ്പൺ ആയിരിക്കണം. ഒരു കാരണവശാലും കൈ കെട്ടിയിട്ടോ കൈ എവിടെയെങ്കിലും വെച്ചിട്ടോ കൈ ഇവിടെ കുത്തിയിട്ടോ ഇടുപ്പത്ത് കുത്തിയിട്ടോ ഒന്നും നമ്മൾ പ്രസംഗിക്കാൻ പാടില്ല. നമ്മൾ ഓപ്പൺ ആയിരിക്കണം. അതേപോലെ തന്നെ ഫോർവേഡ് ലീൻ ആയിരിക്കണം. നമുക്ക് പറയാം സോഫൺ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ബോഡി ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ്. സോഫൺ എന്ന് പറയുന്നത്, എസ് എന്ന് പറയുന്നത് സ്മൈലാണ്. നമ്മുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാവണം എന്നുള്ളതാണ്. സോഫ്റ്റണിലെ രണ്ടാമത്തെ ഓ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പൺ പോസ്റ്റർ എന്നുള്ളതാണ്. ആൻഡ് എഫ് എന്നുള്ളത് ഫോർവേഡ് ലീൻ എന്നുള്ളതാണ്. ആൻഡ് ടി എന്ന് പറയുന്നത് ടച്ച് മെന്റലി. എങ്ങനെയാ ടച്ച് മെന്റലി? ടച്ച് മെന്റലി എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പൊട്ടി 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 ചിരിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വിതുമ്പി കരയാറുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ആളുകളെ മെന്റലി ടച്ച് ചെയ്യാൻ നമ്മൾക്ക് പറ്റണം എന്നുള്ളതാണ്. ഐ കോണ്ടാക്ട് നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് നോഡിങ്, നമ്മളുടേതായിട്ടുള്ള തലയാട്ടലുകളും കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ്. സോ സോഫൺ ഇസ് ദ ടെക്നിക് ഫോർ ബോഡി ലാംഗ്വേജ്. സോ ഗസ്റ്റേഴ്സും പോസ്റ്റേഴ്സും ഗംഭീരമാക്കി ഉഷാറാക്കിയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ആക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അടുത്തൊരു പോയിന്റിലോട്ട് പോയിക്കോട്ടെ. ആർ യു റെഡി? റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എത്ര ആളുകൾ ഉണ്ട് നോക്കട്ടെ. ഇപ്പൊ നമ്മൾ 200 ആളുകളിൽ ചില ആളുകളൊക്കെ ചിലപ്പോ സൈലന്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ സൈഡ് ആക്കിയിട്ടോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആളുകൾ അങ്ങനെ പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ടൈപ്പ് റെഡി ചാറ്റ് ബോക്സ്. റെഡി ആണെങ്കിൽ പ്ലീസ് ടൈപ്പ് റെഡി ഇൻ ദ ചാറ്റ് ബോക്സ്. ഞങ്ങൾ റെഡിയാണ്, അടുത്ത പോയിന്റിലോട്ട് പോവാം എന്നുള്ള ആളുകൾ പ്ലീസ് ടൈപ്പ് റെഡി ഇൻ ദ ചാറ്റ് ബോക്സ്. ഹലോ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യാ, സൂപ്പർ. നമുക്ക് ഏകദേശം 70 ചില്ലാനും മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. 100-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾക്ക് 200ഓളം ആളുകൾ ഗ്രൂപ്പിലും മീറ്റിംഗ് റൂമിലുണ്ട്. Now it is 87, 88, 90. Wow, make it fast. If you are ready, please type ready in the chat box. Hello, come fast. Wow, super. Now it is 94. 4 ആളുകൾ 95. 96. Make it fast. 4 ആളുകളോട് വന്നു കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലോട്ട് പോകാം. 97, 98. 2 more. 99, 100. Super. Now we are moving to the next point, knowledge. Hello. നമ്മളൊരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആ വിഷയത്തിലുള്ള അറിവ് കൃത്യമായിട്ടുണ്ടാവണം. നമ്മൾ പ്രസംഗിക്കുന്നതിന്റെ അറ്റ്ലീസ്റ്റ് ഒരു 10 ടൈംസ് അറിവെങ്കിലും നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഈ അറിവ് എവിടെ നിന്ന് കിട്ടും? നമ്മളെ ബുക്കുകൾ, പരമാവധി ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തെയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങളോ പറയുന്ന ബുക്കുകൾ വായിക്കുക. പ്ലസ് ബുക്കുകൾ മാത്രം വായിച്ചാൽ കിട്ടുമോ? ചിലപ്പോൾ നമുക്ക് പത്രങ്ങളിൽ നിന്നും ചാനലുകളിൽ നിന്നൊക്കെ കുറെ കിട്ടുമായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ചാനലുകളൊന്നും കാര്യമായിട്ട് കിട്ടാനില്ല. പക്ഷെ പിന്നെ എവിടെ നിന്ന് കിട്ടും? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതേ വിഷയത്തിൽ മുമ്പ് റിസർച്ച് നടത്തിയിട്ടുള്ള, പ്രസംഗിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മളെ സുഹൃത്തുക്കളോട് ചോദിക്കണം. ഒരു വിഷയത്തെ പറ്റി പ്രസംഗിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ അതിനുശേഷം നിങ്ങൾ ഏതൊക്കെ സുഹൃത്തിനെ എപ്പോഴൊക്കെ കാണുന്നോ അവരുമായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് എടാ എന്നൊന്ന്, അല്ലെങ്കിൽ എടി, അല്ലെങ്കിൽ എടാ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇതിനെ പറ്റിയ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരും. എന്തൊക്കെ ആയിരിക്കാം ഈ സംഭവിക്കാൻ പോകുന്നത്, ഈ വിഷയത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ അവർ നമ്മൾക്ക് പറഞ്ഞു തരും. ഇതിനൊക്കെ പുറമെ നമ്മളുടെ പാരൻസ്, നമ്മളുടെ സഹോദരി സഹോദരന്മാർ, നമ്മളെ വീട്ടിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം. അവരിൽ നിന്നും കുറെ ഇൻപുട്ട് കിട്ടും. ഇതിൻ്റെ ഒക്കെ പുറമെ ചെറിയ കുട്ടികൾ, ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് ചെറിയ കുട്ടികൾ. ചെറിയ കുട്ടികളോട് നിങ്ങൾ ഈ വിഷയത്തെ പറ്റി ചോദിച്ചു നോക്കൂ. ഏറ്റവും നല്ല ഇൻപുട്ട്, ഏറ്റവും നല്ല പോയിന്റ്സ്
നിങ്ങൾക്ക് കിട്ടുന്നത് അവരിൽ നിന്നായിരിക്കും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമ്മളൊക്കെ ഒരു വിഷയത്തിനെ പറ്റി ട്രെയിനിങ്ങിനോ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളോടും നമ്മളെ വീട്ടിലുള്ള ആളുകളോടൊക്കെ ചോദിക്കും, ഇങ്ങനെ ഒരു വിഷയമാണ്, ഈ ഒരു സബ്ജക്റ്റിൽ എന്താ പറയാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ തരുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഒരുപാട് ഉപകാരപ്പെടാറുണ്ട്. കാരണം അതൊന്നും ഒരു ബുക്കിൽ നിന്ന് നമ്മൾക്ക് കിട്ടില്ല. അതങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷൻസ്. സോ ഈ ഒരു നോളജ് നമ്മളെ വിഷയത്തെ പറ്റി നമ്മൾ ക്രോഡീകരിച്ച് വെക്കണം. അത് എവിടുന്നാണെങ്കിലും എവിടുന്നൊക്കെ കിട്ടുമോ അതെല്ലാം ക്രോഡീകരിച്ച് വെക്കണം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുഴുവനും അങ്ങോട്ട് പോയി പ്രസംഗിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതിൽ നിന്നും അതിനെ അറ്റിക്കുറുക്കി അതിന്റെ സത്ത മാത്രം എടുത്തിട്ട് വേണം നമ്മൾ പ്രസംഗം തയ്യാറാക്കാൻ. ആ പ്രസംഗം തയ്യാറാക്കിയാൽ അതിന്റെ പോയിന്റുകൾ നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്നതിന് തെറ്റൊന്നുമില്ല. അതേപോലെ തന്നെ അതിന്റെ സ്റ്റാർട്ടിങ് എന്താണ് കൊണ്ടുപോകുന്ന തെറ്റില്ല. കവിതകൾ അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു പേപ്പറിൽ എഴുതി കൊണ്ടുപോകുന്ന തെറ്റില്ല. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്ത് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു 4 വരി കവിത കൂടി ചൊല്ലാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു MBA കോളേജാണ്. MBA കോളേജിന്റെ ഒരു പ്രധാന പരിപാടിയാണ്. അപ്പൊ അദ്ദേഹം പോഡിയത്തിൽ ഇങ്ങനെ, ഞങ്ങളൊക്കെ സദസ്സിലുണ്ട്, ഒരു പോഡിയത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ആ പോഡിയത്തിൽ ഒരു പേപ്പറും വെച്ച് ആ കവിത അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. ആ കവിത ചൊല്ലാൻ തുടങ്ങി ആദ്യത്തെ വരി ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു വാൾ ഫാൻ ഉണ്ടായിരുന്നു. ഈ വാൾ ഫാൻ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ഈ ഒരു വരി ചൊല്ലിയപ്പോഴേക്കും ഈ ഫാൻ ഇങ്ങോട്ട് പോഡിയത്തിന്റെ അവിടേക്ക് കാറ്റ് വരാൻ തുടങ്ങി. ഈ പേപ്പർ അങ്ങോട്ട് മാറിപ്പോയി. ഇനി ഇദ്ദേഹത്തിന് രണ്ടാമത്തെ വരിയോട് ചൊല്ലാനും അറിയില്ല, പേപ്പർ അങ്ങോട്ട് പാറിപ്പോവുകയും ചെയ്തു. എന്ത് ചെയ്യുമെന്ന് അറിയാതെ സ്തബ്ധനായിരുന്ന സമയത്ത് ഭാഗ്യവശാൽ ഒരു കുട്ടി വേഗം ആ പേപ്പർ എടുത്തിട്ട് ഇദ്ദേഹത്തിന് എടുത്ത് കൊടുത്തു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ വരാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മളെ കയ്യിൽ ഏകദേശം ഒരു വരി ചൊല്ലി കഴിഞ്ഞാൽ രണ്ടാമത്തെ വരിയൊക്കെ ചൊല്ലാൻ നമ്മൾക്ക് അറിയുകയും വേണം. ചിലപ്പോൾ അറിയാതെ പേപ്പറൊക്കെ പറന്നുപോയി എന്ന് വരാം. അപ്പൊ അതിന് തയ്യാറാവുകയും ചെയ്യുക. ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് തെറ്റില്ല. നമ്മളൊരു എസ്സേ തയ്യാറാക്കുമല്ലോ. എസ്സേ എങ്ങനെ തയ്യാറാക്കുക? ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ചില സബ് ഹെഡിങ്ങൾ ഉണ്ടാവും. ആ സബ് ഹെഡിന് പിന്നെ ഒരു ഡീറ്റെയിൽ ആക്കുന്ന പാരഗ്രാഫ് ഉണ്ടാവും. ഇങ്ങനെ അവസാനം അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു എസ്സേ തയ്യാറാക്കുന്നതിനെയാണ് പ്രസംഗം പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ ആ ഇൻട്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ആ സബ് ഹെഡിങ്സും ചെറിയൊരു പോയിന്റ് ആക്കി നമ്മളെ കയ്യിൽ വെക്കുന്നതിന് തെറ്റൊന്നുമില്ല. എന്നിട്ട് നമ്മൾക്കത്, കാരണം പോയിന്റുകൾ മിസ്സാവാതിരിക്കാൻ അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. then അടുത്തൊരു പോയിന്റ് എന്നുള്ളത് ഇമോഷൻസ് ആണ്. ഇമോഷൻസ്, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. അദ്ദേഹം ചെയ്യുന്നത് ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ വയ്യാതായി കഴിയുമ്പോൾ, എന്തെങ്കിലും അസുഖം വരുമ്പോഴോ വയസ്സാകുമ്പോഴൊക്കെ ഉപയോഗിക്കേണ്ട ചില എക്യുപ്മെന്റ്സ് ആണ് വെക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ പോയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാനൊന്നും പറ്റില്ല. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂള്, അതിന്റെ കൂടെ ചെറിയൊരു പാത്രമൊക്കെ ആയിട്ടുള്ള സ്റ്റൂൾ ഉണ്ടാവുമല്ലോ, വയസ്സായ ആളുകൾക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂള്, ഈ ഒരു സ്റ്റൂള് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ ഉണ്ടല്ലോ, നല്ല കമ്പനി 2-3 കമ്പനികൾ കാണിച്ചു കൊടുത്തു, ഇതിൽ ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഭംഗിയുള്ള നല്ലൊരു സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, വില ചോദിച്ചു കഴിഞ്ഞപ്പോൾ, വില പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കസ്റ്റമർ മാത്രമല്ല ഞാനും കൂടി ഞെട്ടിപ്പോയി. കാരണം ഈ ഒരു സാധനത്തിന് ഇത്രയൊക്കെ വിലയുണ്ടോ എന്ന് സംശയിച്ചു പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ പറയും, ഇത്രയൊക്കെ വിലയുണ്ടോ, ഇതൊന്ന് കുറച്ച് തന്നൂടെ, ഇതൊന്ന് ഒരു ബാർഗൈനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എൻ്റെ സുഹൃത്ത് ഈ കടയുടമ ചോദിച്ചൊരു കാര്യം, സുഹൃത്തെ നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഏകദേശം 40-42 വയസ്സായി. നിങ്ങൾ അച്ഛൻ എത്ര വയസ്സായി? 80 കഴിഞ്ഞു, 90-ന്റെ അടുത്തായി. അപ്പൊ ഇത്രയും കാലം നിങ്ങളെ നോക്കി വളർത്തിയ നിങ്ങളുടെ അച്ഛന് വാർദ്ധക്യകാലത്ത് ഒരു ആവശ്യം കൊടുക്കുന്നതിന് നിങ്ങൾ ബാർഗൈൻ ചെയ്യുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ സിദ്ധനായി നിന്നു കുറച്ചു നേരം. ശരിയാണല്ലോ, എൻ്റെ അച്ഛൻ എനിക്ക് നൽകിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് നൽകുന്ന ഒരു ഉപകാരത്തിന് ഞാൻ വിലപേശാൻ പാടുണ്ടോ എന്ന് ആലോചിക്കുകയും അദ്ദേഹം പറഞ്ഞ പൈസ കൊടുത്ത് ആ സാധനം വാങ്ങിയിട്ട് പോവുകയും ചെയ്തു. നിങ്ങൾ നോക്കിക്കോളൂ, ഏതൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ടെക്നിക്ക് നോക്കി കഴിഞ്ഞാലും, അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, അവിടേക്ക് ഇമോഷണൽ ആയിട്ട് ആളുകളെ ക്യാച്ച് ചെയ്യുന്ന പരസ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. ഇവിടെ ഇമോഷൻസ് എന്നുള്ളത് ഏറ്റവും നല്ല സെല്ലിംഗ് പോയിന്റാണ്. ഇവിടെ ഒരു സ്പീക്കർ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരം കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ വിഷയത്തിനെ പറ്റി ആ ഓഡിയൻസിന്, ശ്രോതാക്കൾക്ക് മനസ്സിൽ എന്നെന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്ന ചില വൈകാരികമായിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസോ അവിടെ നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മളെ പ്രസംഗം അവസാനിപ്പിക്കാൻ.
ചില ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് കൊടുത്തിട്ട് വേണം നമ്മൾ പ്രസംഗം. ഏതൊരു പ്രസംഗമാണെങ്കിലും അവസാനം നമ്മളിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്, ഇതൊക്കെ കേട്ടു, അടിപൊളിയാണ്, കഥയൊക്കെ അടിപൊളിയാണ്, സംഭവമൊക്കെ രസമാണ്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുത്തിട്ട് വേണം നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കാൻ. അവിടെ നമ്മളെ പ്രസംഗത്തിന്റെ ഇടയിൽ ചിരിക്കാൻ നമ്മൾ ആളുകളെ ചിരിപ്പിക്കണം. പക്ഷെ നമ്മൾ ചിരിക്കാൻ പാടില്ല. നമ്മൾ കാര്യങ്ങൾ പറയുന്നു, അവർ പൊട്ടി പൊട്ടി ചിരിക്കണം. നമ്മൾ അവിടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഓഡിയൻസ് പൊട്ടി പൊട്ടി കരഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ പ്രസംഗകനോ പ്രസംഗികയോ കരയാൻ പാടില്ല. ഇമോഷൻസ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രസംഗത്തിൽ കൊടുക്കണം. അവരെ ചിരിപ്പിക്കാൻ നമുക്ക് കഴിയണം, അവരെ കരയിപ്പിക്കാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ അവരെ ചിന്തിപ്പിക്കാൻ കഴിയണം. ഇതിൻ്റെ ഒക്കെ അപ്പുറം അവസാനം വൈകാരികമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ട് വേണം നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് റിഹേഴ്സൽ. നമുക്കറിയാം, എബ്രഹാം ലിങ്കനെയൊക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും നല്ല പ്രസംഗകന്മാരിലെ പഴയ പ്രസംഗകന്മാരിൽ ഒരാളാണ് എബ്രഹാം ലിങ്കൻ. അദ്ദേഹം ചെയ്തിരുന്ന കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഈ മരം മുറിച്ചു മാറ്റിയ മരക്കുറ്റികൾ ഉണ്ടാവുമല്ലോ, ഇറ്റ് ഈസ് ആൻ എലിവേറ്റഡ് സ്റ്റേജ്. ആ മരക്കുറ്റികളുടെ മുകളിൽ നിന്നിട്ട് പബ്ലിക്കിനോട് ഇങ്ങനെ പ്രസംഗിക്കേണ്ടായിരുന്നു. അവിടെ പബ്ലിക് ആളുകളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അദ്ദേഹം മരക്കുറ്റിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കും. ഡമാസ്തനിസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഏറ്റവും പ്രമുഖനായ പ്രസംഗങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്നത്, അദ്ദേഹം അത് നല്ല പ്രസംഗകനാവാൻ ചെയ്തിരുന്ന കാര്യം, അദ്ദേഹം വീട്ടിൽ നിന്നും തൻ്റെ മുടിയുടെ പകുതിയും മീശയുടെ പകുതിയും വടിച്ചു കളയും. എന്തിനാണെന്നറിയോ? നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഈ പുറത്തിറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാ. ആ സമയവും ഞാൻ റിഹേഴ്സൽ ചെയ്യും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഏറ്റവും മികച്ച പ്രസംഗകരൊക്കെ അവർ സ്റ്റേജിൽ വന്ന് അത്ഭുതം കാണിക്കുന്നൊന്നുമല്ല, മാജിക് കാണിക്കുന്നൊന്നുമല്ല. പിന്നെ എങ്ങനെയാ? അവരാ പ്രസംഗം പ്രിപ്പയർ ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്നത്. ഏതൊരു വലിയ ഇവന്റുകൾ നിങ്ങൾ നോക്കിക്കോളൂ, തലേ ദിവസം ആ സ്റ്റേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ വിത്തൗട്ട് ഓഡിയൻസ് ഒന്നും ഇല്ലാതെ അവർ പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ റിഹേഴ്സൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഒപ്പം ഒരുപാട് പ്രാക്ടീസ് ചെയ്യും വേണം. പ്രാക്ടീസ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാ? നമ്മൾക്ക് നമ്മളെ കൂട്ടുകാരെ, നമ്മളെ ഫാമിലിയുടെ ഒക്കെ മുന്നിൽ വെച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റും. അവരോട് ചോദിക്കാം. മുമ്പ് ഞാനൊരു ട്രെയിനിങ് പരിശീലനത്തിന് പോകുമ്പോൾ, കുറെ വർഷങ്ങൾക്ക് മുമ്പാ, ഇംഗ്ലീഷിൽ വേണം, നാഷണൽ ട്രെയിനറൊക്കെ ആവണമെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണം. അപ്പൊ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് കുറച്ച് അവിടെ നിന്നൊക്കെ പറഞ്ഞ് പരിചയമുണ്ടെന്നല്ലാതെ ഇംഗ്ലീഷിൽ 2 മണിക്കൂർ ട്രെയിനിങ് എടുത്തുള്ള പരിചയമൊന്നുമില്ല. അപ്പൊ അതിന് കുറെ വർഷങ്ങൾക്ക്, ഒരു 13-14 വർഷങ്ങളിലാണ്. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സുഹൃത്തുക്കളെ കുറച്ച് ആളുകളെ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ 2 മണിക്കൂർ എന്റെ പരിശീലനം കേട്ടിരിക്കണം. ഞാൻ ഇംഗ്ലീഷിലൊരു ട്രെയിനിങ് എടുക്കാൻ പോവാ. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നിങ്ങൾ സഹിക്കണം. 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. ഞാൻ അടുത്ത ദിവസം അത് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നിങ്ങൾ എന്നോടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓരോ ദിവസവും വേറെ വേറെ ആളുകളായിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിത്തരാം കേട്ടോ. അങ്ങനെ ഒരാഴ്ച എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഇംഗ്ലീഷിൽ ട്രെയിനിങ് എടുത്ത് പരിശീലിച്ചു. നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോഴും നമ്മളെ സുഹൃത്തുക്കള്, നമ്മളെ ഫാമിലി, ഇവരുടെയൊക്കെ മുന്നിൽ നമ്മൾക്ക് പ്രസംഗിച്ച് പഠിക്കാം. ഇത് കൂടാതെ നമ്മൾക്ക് കണ്ണാടി, കാരണം നമ്മൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണല്ലോ. കണ്ണാടിയുടെ മുന്നിൽ നമ്മൾക്ക് പ്രസംഗിച്ച് പഠിക്കാം. ഇതിന്റെയൊക്കെ പുറമെ നമ്മളെ വീടിന്റെ അപ്സ്റ്റെയറിൽ റൂം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ താഴെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ വേറെ ആരൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഡോർ അടച്ചിട്ട് നമ്മൾ റൂമിൽ നിന്ന് ആ ജനലിന്റെ വാതിൽ അങ്ങോട്ട് തുറന്നിടുക. പുറത്ത് വിശാലമായ ലോകം ഉണ്ടാവും. നമ്മളവിടെ ഓഡിയൻസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ മരങ്ങൾ ഉണ്ടാവാം, ചെടികൾ ഉണ്ടാവാം, റോഡുകൾ ഉണ്ടാവാം, വാഹനങ്ങൾ ഉണ്ടാവാം. അതൊന്നും നമ്മൾ കാര്യമാക്കാതെ ആ ഡോർ അങ്ങോട്ട്, ജനലിന്റെ ഡോർ അങ്ങോട്ട് തുറന്നിട്ട്, വിൻഡോ തുറന്നിട്ട് നമ്മൾ പുറത്ത് കാണുന്ന ലോകത്തിനോട് നമ്മൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് പ്രസംഗിക്കാം. നമ്മൾ സ്റ്റേജിൽ എങ്ങനെയാണോ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളെ കൈകൾ ചലിക്കണം, നമ്മളെ കണ്ണുകൾ ചലിക്കണം, നമ്മളെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം, ഐ കോണ്ടാക്റ്റുകൾ ഉണ്ടാവണം, ശബ്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ. നമ്മൾക്കറിയാലോ, നമ്മൾ എഴുതുമ്പോൾ കോമ ഇടാറുണ്ട്, നമ്മൾ എഴുതുമ്പോൾ ബോൾഡ് ചെയ്യാറുണ്ട്, നമ്മൾ എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യാറുണ്ട്, നമ്മൾ എഴുതുമ്പോൾ അപ്പോസ്ട്രോഫി ഇടാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുക? അവിടെ നമുക്ക് വോയിസ് മോഡുലേഷൻ വേണം, അവിടെ നമ്മൾക്ക് എംഫസിസ് വേണം, നമ്മളവിടെ വേഗത കൂട്ടണം, കുറയ്ക്കണം, നിർത്തണം.
ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മൾ ആ ഡോറ് തുറന്നിട്ട് വിൻഡോ തുറന്നിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുക. ഇങ്ങനെ പല രീതിയിലുള്ള പ്രാക്ടീസുകൾ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റേജിലോട്ട് പോവാൻ. എനിക്കിതൊന്നും കുഴപ്പമില്ല, ഞാനിതൊക്കെ എത്ര കേട്ടതാ, ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് വിചാരിച്ച് സ്റ്റേജിൽ കയറി തളർന്നു വീഴുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ആളുകൾ, ഓർമ്മയുള്ള കാര്യങ്ങൾ വേഗം ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സെഷനിലോട്ട് നമുക്ക് പോവാം. പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. നിങ്ങൾ ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഓർമ്മയുള്ള, മനസ്സിൽ തങ്ങി നിൽക്കുന്ന, നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സൂപ്പർ. സിയോമി കുറെ ഇന്റുകൾ ഇട്ടിട്ടുണ്ട്. എന്താണ് ഇന്റുവിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റേജ് എക്സ്പെർട്ട്, ഓപ്പണിംഗ് എലമെന്റ്, സ്റ്റേജ് എക്സ്പെർട്ട്, ആക്ഷൻ, ഓപ്പണിംഗ് കണ്ടന്റ് എലമെന്റ്. സൂപ്പർ. സോ പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? നമ്മൾക്ക് ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. നമ്മൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുമ്പ് ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, സൂപ്പർ, ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് മെസ്സേജസ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. സോ ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രം എന്താ? ഇതൊരു ബ്രഷിന്റെ ആണ് അല്ലെ? ഈ ബ്രഷ് എന്ന് പറയുന്നത് ടൂത്ത് ബ്രഷ് ആണ്. ഇങ്ങനത്തെ ടൂത്ത് ബ്രഷുകൾ, നമ്മളൊക്കെ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ കാണിക്കുന്ന ടൂത്ത് ബ്രഷ്, ഇങ്ങനത്തെ ടൂത്ത് ബ്രഷുകൾ നമ്മൾ ഇനി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ അടിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ ടൂത്ത് ബ്രഷ് ഇനി നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? ഇതൊരു സമയത്ത് നല്ല ടൂത്ത് ബ്രഷ് ആയിരുന്നു, നമ്മളത് ഉപയോഗിച്ചിരുന്നു, ഒരുപാട് കാലം ഉപയോഗിച്ചു. അങ്ങനെ അത് ഉപയോഗിച്ച് തേഞ്ഞുപോയി. ഇനിയും ഈ ബ്രഷ് നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല. കാരണം എന്താ? അത് കഴിഞ്ഞുപോയി. ഇങ്ങനെയുള്ള ചില പ്രസംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രയോഗങ്ങളുണ്ട്. പ്രസംഗങ്ങളിൽ ചില പ്രയോഗങ്ങൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അർത്ഥം നോക്കിയാലൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷെ അത് വീണ്ടും ഉപയോഗിച്ച് തേഞ്ഞു പോയ സാധനങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രസംഗത്തിൽ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. 1, സ്റ്റേജ് എക്സ്പെർട്ടൈസ് ആണ്. 2, പ്രിപ്പയർ തറോലി എന്നുള്ളതാണ്. 3, എലമെന്റ്സ് ഓഫ് എ സ്പീച്ച് ആൻഡ് ആക്ഷൻസ്. അവിടെ ഗസ്റ്റേഴ്സും പോസ്റ്റേഴ്സും അടിപൊളിയാക്കണം എന്ന് പറഞ്ഞു. നോളജ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ദെൻ ഇമോഷൻസ് യൂട്ടിലൈസ് വൈസ്ലി എന്ന് പറഞ്ഞു. ആൻഡ് റിഹേഴ്സൽസ് ഡു പ്രാക്ടീസ്. ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു. ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഇതെല്ലാം കൂടി കൂടുമ്പോൾ നമുക്കൊരു സ്പീക്കറായിട്ട് മാറാൻ പറ്റും. സ്റ്റേജ് എക്സ്പെർട്ടൈസ്, പ്രിപ്പയർ തറോലി, എലമെന്റ്സ് ഓഫ് എ സ്പീച്ച്, ആക്ഷൻസ്, ഗസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ്, നോളജ് അപ്ഡേറ്റ് ചെയ്യുക, ഇമോഷൻസ് യൂട്ടിലൈസ്, ആൻഡ് റിഹേഴ്സൽ ഡു പ്രാക്ടീസ്. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എല്ലാവരും ഒന്ന് എടുത്തു വെച്ചോളൂ. സോ ഈ എല്ലാ കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ ദിസ് വിൽ മേക്ക് എ സ്പീക്കർ. then അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട സ്പീച്ചിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1, നമ്മൾ എപ്പോഴും ഒരു സ്പീച്ച് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. എന്ത് വിഷയമാണ് പറയുന്നത്, എത്ര സമയമാണ് പറയുന്നത്, ഏത് ഡ്രസ് കോഡിലാണ് പോകേണ്ടത്, എത്ര ആളുകൾ ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള പോയിന്റുകൾ മുഴുവനും കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. രണ്ടാമത്തെ ഒരു കാര്യം, അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ, അതിന് എത്രയോ വലിയൊരു സാധനത്തിൽ നിന്നും ചുരുക്കി നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റണം. ദെൻ അത് കഴിഞ്ഞാൽ അതിനൊന്ന് പോളിഷ് ചെയ്യണം. എന്താ പോളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തിളങ്ങണം. അങ്ങനെ തിളങ്ങാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ നമ്മൾക്ക് കവിതകൾ ആഡ് ചെയ്യാം, കഥകൾ ആഡ് ചെയ്യാം, സ്റ്റോറീസ് ആഡ് ചെയ്യാം, ദെൻ എക്സാമ്പിൾസ് ആഡ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്ത് നമ്മൾക്ക് അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. അങ്ങനെ പോളിഷ് ചെയ്തെടുത്ത പ്രസംഗങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പല പ്രാവശ്യം പല രീതിയിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് പ്രസന്റ് ചെയ്യുന്നു. പ്രസന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വിത്ത് കോൺഫിഡൻസ് ആയിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു പഞ്ച് ഉണ്ടായിരിക്കണം, വോയിസ് മോഡുലേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു ഒരു ഏഞ്ചലിനെ കണ്ടുപിടിച്ച് നമ്മൾക്ക് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തുടങ്ങി വളരെ എഫക്റ്റീവായിട്ട് അത് പ്രസന്റ് ചെയ്യുകയും വളരെ നല്ലൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ പ്രസംഗം കൺക്ലൂഡ് ചെയ്യാനും പറ്റണം. സോ ഈ 5 കാര്യങ്ങളും നമ്മുടെ പ്രസംഗത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി പ്ലാൻഡ്, പ്രിപ്പയർഡ്, പോളിഷ്ഡ്, പ്രാക്ടീസ്ഡ് ആൻഡ് വളരെ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റണം. സോ ഡിയർ ഫ്രണ്ട്സ്,
നമ്മൾക്കൊരു അടിപൊളി ഒരു സ്പീച്ച് നമ്മൾക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും ഇല്ല, നമ്മൾ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിലും ഒരു 4-5 ആളുകൾക്ക് നമ്മൾക്ക് പ്രസംഗിക്കാനുള്ള ഒരു അവസരം തരാം. ആ അവസരത്തിലുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എല്ലാവർക്കും ഇല്ല, റെഡിയിലുള്ള ആളുകൾക്ക് മാത്രം മതി. അങ്ങനെ സ്പീച്ച് നടത്താനുള്ള ഒരു 1 മിനിറ്റ് സ്പീച്ച്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് 1 മിനിറ്റ് സ്പീച്ച് നടത്താനുള്ള ഒരു അവസരം തരാം. അത് എല്ലാവർക്കും ഇല്ല, കുറച്ച് ആളുകൾക്കാണ്. അതിന്റെ ടോപ്പിക്കുകൾ ഞാനൊരു ചിത്രമായിട്ട് ഇവിടെ കാണിച്ചു തരാം. ഒരു ടോപ്പിക് ഇതാണ്, ബി ഹാപ്പി എന്നുള്ളതാണ് ഒരു വിഷയം. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ വിഷയത്തിൽ പ്രസംഗിക്കാൻ പറ്റുന്ന ആളുകൾ ഒരു വിഷയം ഇതിനെ പറ്റിയിട്ടുള്ള ഒരു 1 മിനിറ്റ് സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം, ബി ഹാപ്പി എന്നുള്ളതാണ് ഒന്നാമത്തെ ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക്, നമ്മളിപ്പോൾ ഒരു ചിത്രം കാണിച്ചു തരുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അതിനെപ്പറ്റി നമ്മൾ പ്രസംഗിക്കുക എന്നുള്ളതാണ് 1 മിനിറ്റ്. അതേപോലെ തന്നെ 2 വിഷയമായി. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ് ഒരു വിഷയം. ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് പ്രസംഗിക്കാം. 1 മിനിറ്റ് നോട്ട് ചെയ്ത് വെക്കുക. പറ്റുന്ന ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള അവസരം തരാം. നാലാമത്തെ ടോപ്പിക് എന്നുള്ളത് ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണോ അതിനെ പറ്റിയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. സോ 1 മിനിറ്റ് ആണ് സ്പീച്ചിനുള്ള സമയം. അത് പ്രിപ്പയർ ചെയ്യാൻ യു വിൽ ഗെറ്റ് 2-3 മിനിറ്റ്സ്. സോ അതൊന്ന് പ്രിപ്പയർ ചെയ്യുക. ദെൻ അടുത്തൊരു ടോപ്പിക് എന്നുള്ളത് ഇവിടെ കാണുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു പ്രസംഗം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിനെ പറ്റിയിട്ടുള്ള ഒരു പ്രസംഗം. അപ്പൊ ഇതെല്ലാവർക്കും ഉള്ള അവസരമില്ല, കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. അപ്പൊ ആളുകൾ ഇതൊന്ന് നോട്ട് ചെയ്യുക, റെഡിയുള്ള ആളുകൾ അത് പറയുക. അടുത്തത് ഇങ്ങനെ ഒരു ചിത്രം കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ടോ ആ ചിത്രത്തിനെ പറ്റി ആശയം എന്താണോ അതിനെ പറ്റിയിട്ടുള്ള ഒരു 1 മിനിറ്റ് സ്പീച്ച് നടത്തുക എന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഇവിടെ ഓൺലൈനായിട്ട് തന്നെ നടത്താൻ പറ്റും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്താണോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ വേറൊരു ടോപ്പിക് ഉള്ളത് ഇത് കാണുന്നതാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണോ ആ വിഷയത്തെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അറിയുമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 1 മിനിറ്റ് സ്പീച്ച് നിങ്ങൾ നടത്തുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഇവിടെ 200ഓളം ആളുകളുണ്ട്. അപ്പൊ അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും കൂടി റെഡി ആയിരിക്കണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മാറ്റം വരുത്താനും റെഡിയുള്ള ആളുകൾ പറഞ്ഞാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് അത് പഠിക്കാനും കൂടി പറ്റും. നമ്മൾ സംസാരിക്കുന്നത് 6-7 ആളുകളായിരിക്കും. പക്ഷെ മറ്റുള്ള ആളുകൾക്കും എങ്ങനെ പ്രസംഗം തുടങ്ങണം, എന്ത് ഉൾക്കൊള്ളിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതൊക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഒരു ട്രയൽ 6-7 ആളുകളെ കൊണ്ട് നമ്മളൊരു 1 മിനിറ്റ് സ്പീച്ച് നടത്തുന്നത്. അപ്പൊ അതിനും കൂടി തയ്യാറായിട്ടുള്ള ആളുകൾ പ്രസംഗിക്കുക. ആൻഡ് ഫൈനലി ദിസ് ഇസ് ദ ടോപ്പിക്. ഈ ചിത്രം കാണുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടാവും. ആ ചിത്രത്തിനെ പറ്റിയിട്ടുള്ള ഒരു 1 മിനിറ്റ് സ്പീച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും വിഷയങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ആ ചിത്രങ്ങൾ കാണിച്ചു തരാം. ഒന്ന് ബി ഹാപ്പി എന്നുള്ളതാണ്. 2 ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതെന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് പറയുക. അടുത്തത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ്. അടുത്തത് വേറൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാം. അടുത്തത് ഇതേപോലെ വേറൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്, അത് പറയാം. ദെൻ ഇവിടെ ഒരാൾ നിൽക്കുന്ന 2 വഴിയൊക്കെ ഉള്ള ഒരു ചിത്രമാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് മനസ്സിലായെങ്കിൽ പറയാം. ദെൻ വേറൊന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതിനെപ്പറ്റി സംസാരിക്കാം. ദെൻ ഫൈനലി ഒരു അടിപൊളി സംഭവമാണ്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം. ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഈ നോട്ട് ചെയ്ത ആളുകളൊക്കെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് കൂടെ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് 1 മണിക്കൂറും 5 മിനിറ്റും ആയി. ഇതുകൊണ്ട് മാത്രം നമ്മൾ പ്രസംഗകരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് വാട്ട് നെക്സ്റ്റ്? ഇതിനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മളെ വാല്യൂ യഥാർത്ഥത്തിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് കൂടി ഓർഗനൈസേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ട്. ആ അഡ്വാൻസ്ഡ് കോഴ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന 7 മൊഡ്യൂളുകളാണ്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് യൂസസ് ഓഫ് സ്പീച്ചസ്. നമ്മൾ പ്രസംഗങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. നമ്മളൊരു PTA മീറ്റിംഗിൽ പറയുന്ന പ്രസംഗമായിരിക്കില്ല നമ്മളൊരു പാർട്ടി മീറ്റിംഗിൽ പറയുന്നുണ്ടാവുക. അതായിരിക്കില്ല നമ്മളൊരു സെയിൽസ് നമ്മൾ സ്റ്റാഫുകളോട് പറയുന്നുണ്ടാവുക. ഇതായിരിക്കില്ല നമ്മൾ കൊളീഗ്സിന്റെ അടുത്ത് പറയുന്നുണ്ടാവുക. ഇതേപോലെ ആയിരിക്കില്ല നമ്മളൊരു ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നുണ്ടാവുക. ഇതായിരിക്കില്ല ചിലപ്പോൾ നമ്മളൊരു ആനിവേഴ്സറിക്ക് പറയുന്നുണ്ടാവുക. സോ പല സന്ദർഭങ്ങളിലും പല തരത്തിലുള്ള സ്പീച്ചസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. സോ എവിടെയൊക്കെ നമ്മൾക്ക് സ്പീച്ചസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു മൊഡ്യൂൾ. രണ്ടാമത്തെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രസംഗത്തിലുള്ള ബാരിയേഴ്സ് എന്തൊക്കെയായിരിക്കും, പബ്ലിക് സ്പീക്കിലുള്ള ബാരിയേഴ്സ് എന്തൊക്കെയായിരിക്കും, അത് എങ്ങനെ നമ്മൾക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് വേറൊരു മൊഡ്യൂൾ. സോ എന്തൊക്കെ ബാരിയേഴ്സ് പല രീതിയിലും വരാറുണ്ട്. നമ്മൾക്ക് ശാരീരികമായിട്ടുണ്ടാവാം, മാനസികമായിട്ടുണ്ടാവാം, ഭാഷാപരമായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. ആ തടസ്സങ്ങളെ 1 by 1 ആയിട്ട് ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് മെന്ററിങ്ങിലൂടെ കൃത്യമായിട്ടും അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. അതേപോലെ തന്നെ പ്രിപ്പയർ ആൻ എഫക്റ്റീവ് സ്പീച്ച്, എങ്ങനെയാണ് കൃത്യമായിട്ടും
ഓരോ പോയിന്റ് ബൈ പോയിന്റ്, തുടക്കം എന്തായിരിക്കണം, അടുത്ത പോയിന്റ് എന്തായിരിക്കണം, അടുത്ത പോയിന്റ് എന്തായിരിക്കണം, അങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു ചെയിന് പോലെ കോർത്തിണക്കിക്കൊണ്ട് അവസാനം എങ്ങനെ ആ ഒരു പ്രസംഗം അവസാനിപ്പിക്കാം എന്നുള്ളതിനുള്ള ടോപ്പിക്. ദെൻ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു ഇമ്പാക്ട്, അത് ഒരു വർഷം കഴിഞ്ഞാൽ വാവ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്തൊരു സൂപ്പർ ആയിരുന്നു, അങ്ങനെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം എങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദെൻ ഫൈനലി ദ ഡെലിവർ, എങ്ങനെയാണ് നമ്മൾക്ക് എവർ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നതിന്റെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്. ആൻഡ് ഫൈനലി വേരിയസ് കൈൻഡ്സ് ഓഫ് സ്പീച്ചസ് ആൻഡ് പ്രസന്റേഷൻ. സ്വാഗത പ്രസംഗം പോലെയല്ല നന്ദി പ്രസംഗം, അധ്യക്ഷ പ്രസംഗം പോലെയല്ല ആശംസാ പ്രസംഗം. സോ പല രീതിയിലുള്ള പ്രസംഗങ്ങളുണ്ട്. സോ ആ പ്രസംഗങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രസന്റ് ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ 7 മൊഡ്യൂളുകളായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് നമ്മൾക്ക് വരുന്നുണ്ട്. ഇത് ഓൺലൈൻ ആയിട്ടുള്ള ഒരു ആപ്പ് വെച്ചിട്ടുള്ള പ്രത്യേകം നിങ്ങളുടെ സൗകര്യത്തിന് ഒരാഴ്ചയിൽ ഒരു മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ 7 ആഴ്ചക്കുള്ള 7 മൊഡ്യൂളുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും, അതിന് ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ അതിന്റെ ഇവാലുവേഷൻസ് ഉണ്ടാവും, അതിന്റെ പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അതുകൂടാതെ 7 കൂടാതെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളും കൂടിയുണ്ട്. നമ്മൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മളുടെ ഓർഗനൈസേഴ്സ് പറയും. അപ്പോഴേക്കും നമ്മൾക്ക് ആ പ്രസംഗം റെഡിയുള്ള ആളുകളൊന്ന് ആരൊക്കെയാണ് എന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. റൈസ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ റൈസ് ചെയ്യല്ല, നമ്മളെ ഹാൻഡ് റൈസ് ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ആരൊക്കെയാണ് പ്രസംഗിക്കാൻ റെഡി എന്നുള്ളത്. പ്ലീസ് ടൈപ്പ് ഇറ്റ്. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു, ആരൊക്കെയാണ് റെഡി എന്നുള്ളത്. മൊഡ്യൂൾ 3 ആരോ ചോദിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓവർകം ദ ബാരിയേഴ്സ്. എങ്ങനെയാണ് ബാരിയേഴ്സ്, നമ്മൾക്ക് പ്രസംഗത്തിലുള്ള ബാരിയേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. സോ നമ്മൾ ആ പ്രസംഗിക്കുന്ന ആളുകൾ ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ. നമ്മൾക്ക് അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം, അവരെ പ്രസംഗം കേട്ട് ഇവാലുവേറ്റ് ചെയ്യാം. വൺ ഇസ് ഹമീദ് KP, ഒന്ന് നോട്ട് ചെയ്തോളൂ. യാ ബാബു, ഒന്ന് നോട്ട് ചെയ്തോളൂ. റൈറ്റ്, വേറെ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക, നമ്മൾക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഐ ഇൻവൈറ്റ് ദ ഓർഗനൈസേഴ്സ്. യാ ഷാഹിബ, നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഇസ് റെഡി. പ്ലീസ് നോട്ട് ഡൗൺ. Organizers, please note down. By the time I invite the organizers for the next procedures. Thank you so much, Abdul Salam sir. Yeah, welcome. Thank you so much sir. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ പ്രസംഗിക്കാൻ, ഒരു മികച്ച പ്രസംഗികനാവാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും അസുഖമായി പോകുമ്പോൾ ഡോക്ടർ കുറച്ച് നമ്മുടെ എന്ത് അസുഖമെന്ന് മനസ്സിലാക്കി കുറച്ച് മരുന്ന് തരും. അതിന് നമ്മൾ എന്താ പറയുക, ഒരു കോഴ്സാണ്. ചിലപ്പോൾ ഒരാഴ്ച കഴിക്കേണ്ട മരുന്നായിരിക്കാം, ഒരു മാസം കഴിക്കേണ്ട മരുന്നായിരിക്കാം. നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു മരുന്ന് ഒറ്റയടിക്ക് കഴിച്ച അസുഖം മാറ്റാൻ സാധിക്കുമോ? ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അതിനൊരു ടൈമുണ്ട്, അതിനൊരു കൃത്യനിഷ്ഠതയുണ്ട്, ഓരോ ദിവസം കഴിക്കേണ്ട റൂൾസ് ഉണ്ട്. സിമിലർലി നമ്മളൊരു സ്കില്ല് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്തരത്തിലൊരു കോഴ്സിലൂടെയാണ്. ആ ഒരു കോഴ്സാണ് ഇന്ന് അബ്ദുൽ സലാം സാറ് നമുക്ക് തന്ന അഡ്വാൻസ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ്. സ്വാഭാവികമായും സാർ ആ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് വളരെ വലിയ തുകയ്ക്കാണ്. ബട്ട് റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹം വളരെ നോമിനൽ കോസ്റ്റിന് ആ ഒരു കോഴ്സ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ ഒരു കോഴ്സിൽ നിങ്ങൾ പറഞ്ഞു, ഈ ഒരു ആൾമോസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് 7ഓളം മൊഡ്യൂൾസും ലൈവ് മെൻറ്റർ, ഇതൊരു 7 വീക്ക് അഡ്വാൻസ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സാണ്. അതായത് 7 ആഴ്ച നീണ്ടു നിൽക്കുന്നൊരു കോഴ്സാണ്. ഓരോ ആഴ്ചയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീച്ച് തറമാക്കാനുള്ള, നിങ്ങളുടെ സ്പീച്ച് ബെറ്റർ ആക്കാനുള്ള ഓരോ കാര്യങ്ങളും, അതിന് വേണ്ട ആക്ടിവിറ്റീസും, അതിൽ വേണ്ട ടൂൾസും, എല്ലാ കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് സമയം. എനിക്ക് സമയമില്ല കാണാൻ. ബിക്കോസ് അതിന് വിഷമിക്കേണ്ട. കാരണം ഈ കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ 6 മാസത്തിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം കാണാൻ പറ്റും. എന്നാൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റേതായ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റേതായ ടൂൾസ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു സ്പീക്കിങ്ങിൽ മാറ്റം കണ്ടു തുടങ്ങുള്ളൂ. സോ ഈ ഒരു 7 മൊഡ്യൂൾ, സലാം സാർ ആയിക്കോട്ടെ, ഈ ഒരു 7 കോഴ്സ്, ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ മിനിമം ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 5,000 ആണ്. പക്ഷെ നിങ്ങൾ ആ ഒരു എമൗണ്ട് പേ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം, നിങ്ങളൊരു മികച്ച പ്രാസംഗികനാവാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കേണ്ട മിനിമം വാല്യൂ 5,000 ആണ്. ബട്ട് ആൾസോ ഈ ഒരു സ്കിൽ അവേക്ക്, ഈ ഒരു കോഴ്സിൽ വന്ന എല്ലാവർക്കും എൻറോൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്കിൽ അവേക്കിൽ നമ്മൾ കൊടുക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് 3,000 ആണ്, 2,999. ബട്ട് ഗുഡ് ന്യൂസ് ഈസ്, നിങ്ങൾ ഈ എമൗണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം
നമ്മൾ ലൈവ് തുടങ്ങുന്ന മുതൽ ഇതുവരെ നിങ്ങൾ എല്ലാവരും ഇന്ററാക്ട് ചെയ്തു. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, എന്തൂസിയാസം കാണിച്ചു. അത് തന്നെയാണ് ഒരു ട്രെയിനിങ്ങിന്റെ സക്സസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി ഐ ഗിവ് യു അനദർ ബോണസ് ഫോർ ജോയിനിങ് അഡ്വാൻസ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ്. ഒന്നാമത്തെ ബോണസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് മെൻറ്റേഴ്സ് ക്ലബ്ബിൽ ജോയിൻ ആവാം. ഇത് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്പീച്ചിന് പോകുമ്പോൾ നിങ്ങൾ ഈ മൊഡ്യൂൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങളൊരു പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ആ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആ മെൻറ്റേഴ്സ് ക്ലബ്ബിൽ ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റിയും നിങ്ങളുടെ ഒരു ടീമും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ ബോണസ് സ്പീക്കേഴ്സ് കമ്മ്യൂണിറ്റി. സ്പീക്കേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പല സ്പീച്ചുകളും വളരെ എഫക്റ്റീവായി സ്പീച്ച് ചെയ്യേണ്ട പുറത്തുനിന്നുള്ള ടൂൾസും സ്ട്രാറ്റജികളും ആർട്ടിക്കിൾസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഈ ലോകം മാറ്റിമറിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട ഈ പ്രധാനപ്പെട്ട സ്കില്ല് നിങ്ങൾക്ക് സ്കിൽ അവേക്കിലൂടെ പഠിക്കാം. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കർ ആവാം. ബിക്കോസ് നിങ്ങൾ ഈ 1 മണിക്കൂർ നിങ്ങളെ എന്തൂസിയാസം കാണിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ തരുന്ന ഒരു റിവാർഡാണ്. ആക്ച്വലി കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് വെരി ഹ്യൂജ് ആണ്. നിങ്ങൾ എവിടെ പോയി പഠിക്കുകയാണെങ്കിലും നല്ലൊരു എമൗണ്ട് കൊടുക്കണം. ബട്ട് ടുഡേ ഈ ഒരു ഇഫക്റ്റീവ് പബ്ലിക് ഈ ഈ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് വി ഗിവ് യു എക്സ്ട്രാ 1000 rupees ഓഫ്. സോ നിങ്ങൾക്ക് ഇന്ന് നെക്സ്റ്റ് 20 മിനിറ്റ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അഡ്വാൻസ് ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് 1999 rupees വയ്ക്കും. ഒന്നാണ് സുഖം. ഒരു 4 തവണ നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ചിലവാകുന്നത് 2000 രൂപയായിരിക്കും. അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്ററിൽ 2 തവണ പോയാൽ നിങ്ങൾക്ക് ചിലവാകുന്ന തുക 2000 രൂപയായിരിക്കും. എന്നാൽ ആ ഒരു എമൗണ്ടിനാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന, നിങ്ങളെ ലൈഫ് ചേഞ്ചർ ആക്കുന്ന, നിങ്ങളെ ഒരു ഇൻഫ്ലുവൻസർ ആക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിൽ 2 മൊഡ്യൂൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് പഠിച്ചിട്ട് എനിക്ക് കാര്യമില്ല, എൻ്റെ സ്പീച്ചിലൊരു മാറ്റം വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ അടച്ച പൈസ തിരിച്ചു തരാനും ഞങ്ങൾ തയ്യാറാണ്. സോ ദ കോഴ്സ് എമൗണ്ട് ഫോർ ദിസ് കോഴ്സ് ഈസ് ജസ്റ്റ് 1999 ഓൺലി ഫോർ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി പേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ദ ആക്ച്വൽ എമൗണ്ട് ഈസ് 3000. അതിന് ലെസ്സായിട്ട് നമ്മൾ ഇതുവരെ ഈ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു അഡ്വാൻസ് എഫക്റ്റീവ് 7 ആഴ്ചത്തെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ലിങ്ക് നിങ്ങൾ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നതാണ്. ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 23-ാം തീയതിയാണ്. 23-ാം തീയതി തുടങ്ങിയിട്ടുള്ള 7 ആഴ്ചത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് സ്പീക്കേഴ്സ് കമ്മ്യൂണിറ്റിയിലും പങ്കെടുക്കാം. റൈറ്റ്. സോ ദ ടൈം സ്റ്റാർട്ട് നൗ. നിങ്ങൾക്ക് ഈ ഒരു ഡേ ഈ 20 മിനിറ്റ്സിൽ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ, ഈ ലൈവ് സെഷൻ എൻ്റെ എന്നുള്ളിൽ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് പേ ചെയ്യാം. 100% ഈ ലൈവ് സെഷൻ കഴിഞ്ഞാൽ ഈ എമൗണ്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ലൈവിൽ നിന്ന് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പറ്റില്ല. പ്രൈസ് ബാക്ക് ടു 5000. സോ ഇനി ക്വസ്റ്റ്യൻ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ പേ ചെയ്യാം. സോ ഐ ആൾസോ ഗിവ് യു പേഴ്സണൽ ഗ്യാരണ്ടി. അതായത് ഇതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് എമൗണ്ട് തരാൻ തയ്യാറാണ്. സോ ടൈം സ്റ്റാർട്ട് നോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു ശ്രീഹരി. ബൈ ദ ടൈം നമ്മൾക്ക് ആ ഒരു സ്പീച്ചിന് റെഡിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, നമുക്ക് നേരത്തെ 3 ആളുകൾ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. അതോടൊപ്പം ഓർഗനൈസേഴ്സ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. ചാറ്റ് ബോക്സിൽ 1-2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓഫ്ലൈൻ ആണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ആൻഡ് ഇതിൽ ഒരെണ്ണം 100% ഓഫ്ലൈൻ ആണ്. അതുകൂടാതെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് പല ഭാഗത്തു നിന്നുള്ള, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് ഓഫ്ലൈൻ എല്ലാവർക്കും കൂടി പ്രാക്ടിക്കൽ അല്ല. ബട്ട് if you are ready, we will organize offline courses also. But this course 1999 it is online. പക്ഷെ അതിൽ ഒരെണ്ണം പ്രാക്ടിക്കൽ ആണ്, നമ്മൾ ലൈവായിട്ട് നടത്തുന്ന കോഴ്സാണ്. ബാക്കിയുള്ളത് നമ്മൾക്ക് മൊബൈൽ ആപ്പ് വഴി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് 7 മൊഡ്യൂളുകളാണ്. നമുക്ക് ആ മൊഡ്യൂളുകൾ വീണ്ടും വീണ്ടും പഠിക്കാം. ആ ഓരോ മൊഡ്യൂളുകൾ കഴിയുമ്പോഴും ചില ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതതിൻ്റെ വളരെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ്, നമ്മൾ പബ്ലിക് സ്പീക്കർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, എഫക്റ്റീവ് പബ്ലിക് സ്പീക്കർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിന്റെ പിന്നീട് പറഞ്ഞല്ലോ മെന്ററിങ് ക്ലബ് എന്ന് പറഞ്ഞാൽ, പിന്നീട് നമ്മളൊരു പ്രസംഗത്തിന് പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തെ പറ്റി എന്തൊക്കെ പറയണം, എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം, അതിന്റെ പ്രാക്ടീസ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ
പിന്നീട് അതിന് സപ്പോർട്ട് തരുന്നതാണ്. ഇത് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള ആളുകൾ മാത്രമല്ല, വേറെ കുറെ ആളുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. സോ വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. സോ റെഡിയുള്ള പ്രസംഗത്തിന് റെഡിയുള്ള ആളുകൾ പറയാം. ശ്രീഹരി, can you handle and there? Yes, sir. Yes. Yeah. ഹമീദ് എന്നൊരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹമീദ് സാർ. ഓക്കെ. സോ പ്രസംഗിക്കാൻ റെഡിയുള്ള ആളുകളൊന്നും മുന്നോട്ട് വരാമോ? അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ബാബു, യാ ബാബു, ഏതാണ് ടോപ്പിക്? അൺമ്യൂട്ട് ചെയ്തോളൂ. യാ നമ്മുടെ സ്ഥലം എവിടെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്കിൽ വേക്ക് കമ്പനി പാലക്കാടാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിന് അടുത്ത് തന്നെ 100 ഫീറ്റ് റോഡ് ഉണ്ട്. 100 ഫീറ്റ് റോഡിലാണ് ഓഫീസ് ഉള്ളത്. സ്കിൽ വേക്കിന്റെ കമ്പനി ജസ്റ്റ് ഓപ്പോസിറ്റ് ടു കനറ ബാങ്ക്, 100 ഫീറ്റ് റോഡ്, പാലക്കാട്, നിയർ ടു വിക്ടോറിയ കോളേജ്. സോ പ്രസംഗിക്കുന്ന ആളുകൾ വേഗം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തുടങ്ങാം. 1 മിനിറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കിനെ പറ്റി 1 മിനിറ്റ് പ്രസംഗിക്കുക. അപ്പൊ അതിന് ചെറിയൊരു ഇവാലുവേഷൻ, അങ്ങനെ കാര്യമായിട്ടുള്ളതല്ല, ബട്ട് ചെറിയൊരു ഇവാലുവേഷൻ. അൺമ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. Yes, sir. ഓക്കെ Hello. ഓക്കെ ഓക്കെ. യാ Yes, sir. Good evening, sir. Good evening, all of you. എനിക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്ട് ബി ഹാപ്പി. ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ സംഗതി ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സാധിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും ശ്രമിക്കുന്നതായ ഒരു സംഗതിയാണ് ഹാപ്പി ആയിരിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയാണ് പലരും പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത്. മൊബൈൽ കാണുന്നത്, വാട്സപ്പ്, മറ്റു കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നത് തന്നെ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആർക്കും ഹാപ്പി കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. അതെങ്ങനെ ഹാപ്പിയായി എടുക്കാം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് എഫേർട്ട് എടുക്കുന്നത്. പലരും ക്ലബ്ബുകളിൽ പോകുന്നത്, ഈവനിങ് ടൈം, ചീട്ടുകളി, മദ്യപാനം, അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഹാപ്പി കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മാറ്റപ്പെടുത്തേണ്ടതുണ്ട്. ലൈഫിൽ നമ്മളൊന്ന് ശ്രദ്ധാപൂർവം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാപ്പിയായി ഇരിക്കാൻ സാധ്യമാവുന്നതാണ്. വളരെ കഠിന പ്രയത്നം കൂടാതെ നമുക്ക് എങ്ങനെ ഹാപ്പി ആയിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ്. അതിനുവേണ്ടി നമ്മളെ കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് അധികം വേവലാതി കൂടാതെ, കമ്പാരിസൺ കൂടാതെ, പരാതി കൂടാതെ, പരിഭവം കൂടാതെ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുകയും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ അതായത് ഗ്രാറ്റിറ്റ്യൂഡ് അവതരിപ്പിച്ചുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപരമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതൽ ആർത്തി കൂടാതെ, കോമ്പറ്റീഷൻ കൂടാതെ. അല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. ഇപ്പൊ എനിക്കൊരു കാർ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടിയ കാർ വാങ്ങിക്കുക, ഒരു 2 വീലർ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടിയ ഒരു വാഹനം വാങ്ങിക്കുക. അത്തരത്തിൽ എല്ലാത്തിനും കോമ്പറ്റീഷനും ആർത്തിയും. ഇപ്പൊ കുട്ടികളുണ്ടെങ്കിൽ അടുത്ത വീട്ടിലേക്ക് കുട്ടിയേക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ കുട്ടിയേക്കാൾ കൂടുതൽ മാർക്ക് വേണം. നമ്മൾക്കൊരു A+ എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ A+ഓ അതിനപ്പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ കമ്പാരിസനും കോമ്പറ്റീഷനും അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹാപ്പി ആകാതിരിക്കാനുള്ള കാരണങ്ങൾ. അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കാൻ നമ്മൾക്ക് സാധ്യമാവുന്നതാണ്. എനിക്ക് കിട്ടിയ സമയം ഏതാണ്ട് പരിധി ആയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സാറിനും ഹരിസാറിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എന്റെ വാക്കുകളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. താങ്ക്സ് ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക് യു ബാബുജി. ദാറ്റ് വാസ് സൂപ്പർ. ആദ്യമായിട്ട് ഒരാൾ മുന്നോട്ട് വരിക എന്നുള്ളതും വളരെ ഫ്ലുവന്റ് ആയിട്ട് വളരെ നല്ല ശബ്ദ ഗാംഭീര്യത്തോടു കൂടി ആ പ്രസംഗം അവതരിപ്പിക്കുക എന്നുള്ളതും ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. സൂപ്പർ. കൺഗ്രാറ്റ്സ് ബാബുജി. പക്ഷെ എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് എന്നുള്ളത് കുറച്ചുകൂടി പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. 1 മിനിറ്റ് എന്നുള്ളത് കുറച്ചധികം എടുത്തിട്ടുണ്ടാവുമായിരിക്കാം. അതേപോലെ തന്നെ നമ്മൾ കേട്ട ആളുകൾ, ശ്രോതാക്കൾ, ഇപ്പൊ നമ്മൾ ഏകദേശം 100 ചില്ലാൻ ആളുകളുണ്ടല്ലോ. ഈ ആളുകൾക്ക് ശരിക്കും മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എന്ത് മെസ്സേജാണ് നമ്മൾ പ്രസംഗത്തിൽ കൊടുത്തത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ ബാബുജി എടുത്ത ഇനീഷ്യേറ്റീവ് അടിപൊളിയായിരുന്നു. കൺഗ്രാറ്റ്സ് ബാബുജി. ആ ലാസ്റ്റത്തെ ഒരു മെസ്സേജ് ഒക്കെ നമ്മളെ പാരൻസിനെ, അല്ലെങ്കിൽ നമ്മളെ മക്കളെ, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരെ, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ എങ്ങനെ നമ്മൾ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള മെസ്സേജ് കൊടുത്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ടുണ്ടാവും. ബട്ട് സൂപ്പർ. കൺഗ്രാറ്റ്സ് ബാബുജി. അടിപൊളിയാക്കണം. ദെൻ ഹൂസ് നെക്സ്റ്റ്? ബാബുജി ഒന്നുകൂടി പറയാമോ? നിങ്ങൾ എവിടെ സ്ഥലം കൂടി ഒന്ന് പറയാമോ?
സാർ ഞാൻ എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ നായരമ്പലം എന്ന സ്ഥലത്താണ്. അസിസ്റ്റ് ലൈഫ് ഹെൽത്ത് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ അഡ്മിനാണ്. ഇൻഷുറൻസ് ആണ് താങ്ക് യു. സൂപ്പർ. താങ്ക് യു ബാബുജി. റൈറ്റ്, ഹൂ ഇസ് നെക്സ്റ്റ്? അടുത്തത് ആരായിരുന്നു? ഹായ് സർ. യാ, ഓക്കെ. ഹായ്, എൻ്റെ പേര് ഷാഹിബ. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ആം ഐ ഓഡിബിൾ? യാ, ക്ലിയർ. പ്ലീസ് കണ്ടിന്യൂ. Okay. So by profession, I'm a teacher and I'm a trainer. By chance, I'm a trainer. And ഇപ്പൊ ഞാനൊരു ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫ്രീലാൻസർ ആണ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഐ എം റണ്ണിങ് ആൻ ഓൺലൈൻ ഫ്രാഞ്ചൈസി ഓഫ് എൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഓൺ എക്സ്പീരിയൻസ്. Before talking about this particular topic, nothing is impossible. I had studied in a Malayalam medium school till my 10th standard. ഞാൻ ഒരു 10ാം ക്ലാസ് വരെ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അന്ന് എനിക്ക് +1ലേക്ക് കയറിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ആയിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കാനും അല്ലെങ്കിൽ പുറത്തേക്ക് പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത്. ഐ വാസ് എ ടോക്കറ്റീവ് പേഴ്സൺ ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാനായിട്ട് അറിയില്ലായിരുന്നു. ബിക്കോസ് ലാംഗ്വേജ് നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നോണ്ട്. പക്ഷേ അവിടെ നിന്ന് ഞാൻ എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഐ ഹാഡ് സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പേർപ്പസ് തന്നെ മനസ്സിൽ കൊണ്ടിട്ട് ചിൽഡ്രൻസ് മാഗസീൻ ഒക്കെ വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങി. അപ്പൊ അന്നേരം എന്റെ കസിൻസ് ഒക്കെ എന്നെ കളിയാക്കുമായിരുന്നു, നീ ഈ +2 പഠിക്കുന്ന ആള് ചിൽഡ്രൻസ് മാഗസീൻ നിനക്ക് നാണാവില്ലേ വായിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട്. ബട്ട് ഐ ഡിഡൻ സി ദാറ്റ് വാസ് നോട്ട് ദ ടൈം ദാറ്റ് ഐ വാസ് ലെസ് മോട്ടിവേറ്റഡ്. ഞാൻ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, ദർ ഇസ് നൺ ടു മോട്ടിവേറ്റ് യു ദാൻ അവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഇൻ അവർ ലൈഫ്. ആൻഡ് നൗ ഐ ആം proudly saying that I am an English teacher and I am giving trainings to the students for spoken English and public speaking, even for personality development and all. And I had joined for this session to know more about your classes and all. കാരണം ഞാൻ സാറിന്റെ 1-2 വീഡിയോസ് ജസ്റ്റ് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ കണ്ടു. അപ്പം ഐ തോട്ട് ദാറ്റ് ഐ വുഡ് ബി ഗെറ്റിംഗ് സംതിങ് മോർ ഫ്രം യു. അപ്പൊ എനിക്കും പലതും ലേൺ ചെയ്യാൻ പറ്റി. ആൻഡ് ഐ എം റിയലി ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് ആൻഡ് ദിസ് വാസ് റിയലി ഹെൽപ്ഫുൾ. ആൻഡ് ഐ തിങ്ക് ഫ്രം മൈ ഓൺ സ്റ്റോറി, I think I can motivate others too. If I am able to speak English in a very fluent manner, and everyone can do. I had studied in a Malayalam medium school, so everybody is saying that ഒരു മലയാളം മീഡിയം സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മുമ്പിലേക്ക് വന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല, അതൊരു CBSE പഠിച്ച കുട്ടിക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. But I strongly believe that if we have the spark in our mind, definitely everything is possible in our life. So with that message, I would like to conclude my words. Thank you so much. Thank you, Shahiba. That was a super speech. Congrats. It was wonderful. നമ്മളെ സെൽഫ് എക്സ്പീരിയൻസ്, അതാണ് നമുക്ക് മറ്റുള്ളവരുടെ കഥ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് എടുത്ത് കാണിക്കുക എന്നുള്ളത്, ദാറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. ആൻഡ് ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞതിൽ നിന്ന് മാറിയിട്ട് ഏകദേശം 3 മിനിറ്റോളം പോയി. കാരണം ഒരു സ്പീച്ച് എങ്ങനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം എന്നുള്ളതിൽ നമുക്ക് പെട്ടെന്നുള്ള ഒരു സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആദ്യവും അവസാനവും റിപ്പീറ്റേഷൻ വന്നതും, അതേപോലെ തന്നെ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതങ്ങനെ ഡ്രാഗ് ചെയ്ത് പോയിന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ മെസ്സേജ് വാസ് സൂപ്പർ, സ്പീച്ച് വാസ് സൂപ്പർ. ആൻഡ് ദ ഫൈനൽ മെസ്സേജ്, ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നുള്ളതിന് പകരം ആ മെസ്സേജോടുകൂടി നിർത്തിയിരുന്നെങ്കിൽ ഒരു അടിപൊളി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റി. ഇഫ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, യു ഓൾ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സൂപ്പർ. സോ അടിപൊളിയായിരുന്നു ഷാഹിബ. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ട്രെയിനർമാരൊക്കെ ഇതിൽ വരുന്നതിലും കൂടെ ഉള്ളതിലും വളരെ സന്തോഷം. കൂടെ ഉണ്ടാവണം എന്തായാലും. ഓൾ ദ ബെസ്റ്റ്. യാ, ശ്രീഹരി, എനിത്തിങ് ടു ആഡ്? യു ക്യാൻ ആഡ്, ഓർ വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. യെസ്, സോ രജിസ്ട്രേഷൻ ഇസ് ഗോയിങ് ഓൺ. ഒരുപാട് പേര് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ഈ ഒരു സെഷൻ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ആൻഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അൻഷികരി, 2-3 ആളുകൾ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് സെഷനിൽ പങ്കെടുക്കുന്നതായതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. സെഷൻ കഴിഞ്ഞാൽ ഉടനെ ചെയ്യാന്നുള്ള 2-3 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ഗിവ് ദ ഡീറ്റെയിൽസ് ലേറ്റർ. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ എനിക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. Second, making the chat box, na? ഓക്കെ,
ഓക്കെ, സോ വിത്തൗട്ട് ഇന്ററപ്ഷൻ, സോ വേറെ ആരാണ്? നമ്മൾ 2 ടോപ്പിക്കിലായിട്ടുള്ളൂ. ബാക്കി ഇനിയും 6ഓളം ടോപ്പിക്കുകളുണ്ട്. സംസാരിക്കാൻ റെഡിയുള്ള ആളുകൾ, വി ആർ റെഡി ടു ഹിയർ ഫ്രം യു. ആൻഡ് ഇഫ് യു ആർ റെഡി, കുറച്ച് ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നു, അവരൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി, നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് തരാം. വേറെ ആരെങ്കിലും? ലതാകുമാരി മാഡം റെഡി ആയിട്ടാണോ മീൻസ് അയച്ചത്, അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? റബിയ റെഡിയാണോ? ഹമീദ് പ്രസന്റ് ചെയ്യാൻ റെഡി പറഞ്ഞിരുന്നു, പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. ബാബു പറഞ്ഞല്ലോ അല്ലെ? ഓക്കെ, ബാബു ആൻഡ് ഷൈബ, ദാറ്റ്സ് ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ് ഫോർ യുവർ പ്രസന്റേഷൻ. ബാക്കിയുള്ള ആളുകൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 മിനിറ്റ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യം പ്രസന്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്ന ടോപ്പിക്കുകൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറയാം. ഒന്നാമത്തെ ടോപ്പിക് എന്നുള്ളത് ബി ഹാപ്പി എന്നുള്ളതായിരുന്നു, അത് പറഞ്ഞു. പിന്നൊന്ന് ഫേസ്ബുക്ക് ആയിരുന്നു. പിന്നൊന്ന് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അത് ഷായിബ് പറഞ്ഞു. ദെൻ വാട്സപ്പ് ആണ്. പിന്നൊന്ന് മരുഭൂമിയിൽ വിളച്ചു വരുന്ന ഒരു മരം, അത് പ്രതീക്ഷയുടെ ഒരു സിമ്പിളാണ്. പിന്നെ നല്ല ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരാൾ നിൽക്കുന്നു, 2 വഴികളുണ്ട്, ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. പിന്നെ ഒന്ന് അടിപൊളിയായിട്ടുള്ള ഒരു മഴവില്ലായിരുന്നു. പിന്നെ ഒന്ന് താജ്മഹൽ ആയിരുന്നു. സോ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ടോക്ക്. ആരുമില്ലേ? ഇവാലുവേറ്റ് ചെയ്യുന്ന പേടിച്ചിട്ടാണോ? ഹലോ, ഒന്ന് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതാണോ? അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. മഴവില്ലുണ്ട്, നമ്മളുടെ താജ്മഹൽ ഉണ്ട്, മരുഭൂമിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. നമസ്കാരം സാർ. യാ നമസ്കാരം. എൻ്റെ പേര് നസീർ എന്നാണ്. നസീർ ഹസൻ, യാ പ്ലീസ് ക്യാരി ഓൺ. എനിക്ക് ബി ഹാപ്പി എന്നുള്ള സബ്ജക്റ്റ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. യാ പ്ലീസ് ക്യാരി ഓൺ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മാത്രം. പ്രിയ അബ്ദുസലാം സർ, അതുപോലെ മീറ്റിംഗിലുള്ള മറ്റ് അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ബി ഹാപ്പി എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൊരു ഡയലോഗാണ്, ആർക്കാണ് അല്ലെങ്കിൽ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന്. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷം ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ നേടണമെന്നാണ് അറിയാത്തത്. അപ്പൊ അതിനുള്ള ഏറ്റവും എളുപ്പവഴി നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, സന്തോഷം അതിലൂടെ കണ്ടെത്താമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഒരു മിനിറ്റ് എടുത്തിട്ടില്ല. താങ്ക് യു. സാർ മ്യൂട്ടാണ്. നസീർ ഭായ്, അത് വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ കേട്ടോ. അടിപൊളി, സൂപ്പർ 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 സൂപ്പർ. പക്ഷെ എന്നാലും നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റി. ആ ഇനീഷ്യേറ്റീവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് ഷോർട്ട്, ബട്ട് ചില സാധനങ്ങൾ അങ്ങനെയാണ്, നമ്മൾ എപ്പോഴും ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു പ്രസംഗമാവുന്ന സമയത്ത് നമ്മൾക്ക് അത് കുറച്ചും കൂടി അതിനൊരു ഓപ്പണിംഗ് കൊടുക്കാം. അതേപോലെ തന്നെ നല്ലൊരു കണ്ടന്റും ചെറിയ എക്സ്പീരിയൻസ്, ചെറിയ 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 സ്റ്റോറീസ്, ഒരു 1/2 മിനിറ്റിന്റെ അല്ലെങ്കിൽ 10 സെക്കൻഡ് സ്റ്റോറീസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ബി ഹാപ്പി എന്നുള്ളതിൽ. സോ കൺഗ്രാറ്റ്സ് നസീർ ഭായ്, സൂപ്പർ. നസീർ ഭായ് എവിടെ സ്ഥലം എന്ന് പറയാമോ? വടക്കാഞ്ചേരി. ഷൊർണൂർ വടക്കാഞ്ചേരിയാണോ പാലക്കാട് വടക്കാഞ്ചേരി? യെസ്, ഷൊർണൂർ വടക്കാഞ്ചേരി. ഓ, എന്താ ചെയ്യുന്നത്? എനിക്കൊരു ട്രാവൽ, ആക്ച്വലി ഇപ്പോ ലൈഫ് LIC അഡ്വൈസർ ആണ്. ഞാനൊരു ഏജന്റും കൂടിയാണ്, ട്രാവൽ ഏജൻസി റൺ. സൂപ്പർ സൂപ്പർ സൂപ്പർ. കേട്ടില്ല, ലാസ്റ്റ് എന്തായിരുന്നു പറഞ്ഞു? PNI മെമ്പർ ആണെന്ന് പറയാം, തൃശ്ശൂര്. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ പാലക്കാട് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. കണ്ടു, ഞാൻ കേട്ടപ്പോ hear something from you. Okay, thank you. So then who's next? നമ്മളെ ഫേസ്ബുക്ക്, വാട്സപ്പ്, താജ്മഹൽ, മഴവില്ല്, ഇതിനൊന്നും പറ്റി പ്രസംഗിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ആരുമില്ല.
നമ്മളെ പ്രസംഗം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് പേടിച്ചിട്ടാണോ അതോ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള മടിയിലാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നമ്മൾ അഡ്വാൻസ്ഡ് കോഴ്സിൽ ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ടും 1 by 1 ആയിട്ട് പഠിക്കാനും അത് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള 7 മൊഡ്യൂളുകൾ പ്ലസ് ഒരു ലൈവായിട്ടുള്ള പ്രാക്ടിക്കൽ കോഴ്സ് ഉണ്ടാവും. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കാം. നമ്മൾക്ക് അടിപൊളിയായിട്ട് നല്ലൊരു സ്പീക്കർ, നമ്മളുടെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2000 രൂപ എന്നൊക്കെ പറഞ്ഞ ഓർഗനൈസേഴ്സ് അത് കുറച്ച് കൊടുക്കുന്നതാ. ഞാനിത് 5000 രൂപയിൽ കുറഞ്ഞൊരു കോഴ്സും ചെയ്യാറില്ല. ബട്ട് ദേ ഡിഡ് ഇറ്റ്. സോ കൺഗ്രാറ്റ്സ് സ്കിൽ അവേ കമ്പനി. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഓവർ ടു ശ്രീഹരി. ശ്രീഹരി, ഓവർ ടു യു. താങ്ക് യു സർ, താങ്ക് യു. സോ എന്തെങ്കിലും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എന്താണ് ഈ കോഴ്സിൽ കിട്ടുക എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ദെൻ കോഴ്സിൽ പേയ്മെൻറ്റ് ചെയ്ത് എല്ലാവർക്കും നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ വരും. സോ പേയ്മെൻറ്റ് ചെയ്ത എല്ലാവരും സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത്, ഈ ഒരു നമ്പറിലേക്ക് അയക്കുക. സോ ഈ ക്ലാസ് കണ്ടവർ എങ്ങനെയുണ്ട് ഈ ക്ലാസ് എന്നതിനെ പറ്റി റിവ്യൂ നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിന്ന് തരാമോ? എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്? പ്രൊഫസർ, ഒരു ലൈവ് ക്ലാസ് എന്താണ്? ആക്ച്വലി നമ്മളുടെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമുക്കൊരു ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ടാവും. ദെൻ ടോട്ടലായിട്ട് നമ്മുടെ മുഴുവൻ സ്പീച്ച് കഴിഞ്ഞാൽ മുഴുവൻ മൊഡ്യൂൾ കഴിഞ്ഞാൽ ഒരു ലൈവ് സെഷൻ, ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്പീച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലൈവ് സെഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി മൊഡ്യൂൾസ് ഉണ്ടാവും. നമസ്കാരം സാർ. ഹലോ. നമസ്കാരം. സാധാരണ പല ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നവരും, ഡിഗ്രിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു, ജോലിയും പ്രൊഫഷനും ഒക്കെ ഉണ്ടായിരുന്നവരും, പക്ഷെ ഒരു പബ്ലിക്കിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതിന് ഒരു മെത്തേഡ് ഉണ്ടെന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ ആ ഒരു മെത്തേഡിലൂടെ പോകുമ്പോഴാണ് അത് സക്സസിലേക്ക് വരുന്നത് എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം കുറെ അറിയാവുന്നുള്ളതോ അറിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ കൊണ്ടുവരാൻ പറ്റാത്തതോ അത്തരം കാര്യങ്ങളെ ഒരു തിരിച്ചറിവിലൂടെയാണ് ഈ ക്ലാസ് കടന്നു പോയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക്സ് ഓൾ ഓഫ് യു. താങ്ക് യു ബാബു സാർ. സോ നമ്മൾ ഈ കോഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഹയർ കോഴ്സ് ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം. റൈറ്റ്. സോ ഇത്രയും നല്ല ക്ലാസ് എടുത്ത നമ്മളുടെ പ്രിയപ്പെട്ട അബ്ദുൽ സലാം സാറിന് ഒരുപാട് നന്ദി. മാത്രമല്ല അത്രയും വാല്യൂഡ് ആയിട്ടുള്ള കോഴ്സ് ലെസ് പ്രൈസിന് നമുക്ക് ഓഫർ ചെയ്തുകൊണ്ട് അതിനും നന്ദി അറിയിക്കുന്നു. സോ താങ്ക് യു സാർ. Thank you and wish you all the best. Let us see you. Bye-bye. See you all. Bye-bye. Good night. Good night. എന്താ ആവശ്യമെങ്കിലും വിളിക്കാം. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. Bye-bye. Good night.